കർത്താവ് നടന്നതുപോലെ നടക്കുക. എത്ര പേർക്ക് സന്തോഷമുണ്ട് ആ കാര്യത്തിൽ? കർത്താവ് നടന്നത് എങ്ങനെയാണോ അതുപോലെ നടക്കുക. അതാണ് നാം വായിച്ചു കേട്ട വാക്യം. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 6-ാമത് വാക്യം പറയുന്നു, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന പോലെ നടക്കേണ്ടതാകുന്നു. അവൻ നടന്ന പോലെ. തുടക്കത്തിൽ ഞാൻ ഒരാത്മിക ചിന്തയൊന്ന് പറഞ്ഞുകൊണ്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. ആ വാക്യത്തിനകത്തൊരു പ്രയോഗമുണ്ട്. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ, അവനോട് കൂടെ വസിക്കുന്നു എന്നുള്ളതല്ല, പകരം അവനിൽ വസിക്കുന്നു. ഡ്വെല്ലിംഗ് ഇൻ ഹിം എന്നതാണ്. ക്രിസ്തുവിൽ വസിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ക്രൈസ്തവീകതയുടെ ആന്തരികമായ അർത്ഥതലം. യേശുവിൻ്റെ കൂടെ നടക്കുക, യേശുവിൻ്റെ കൂടെ വസിക്കുക എന്നതിനേക്കാളെല്ലാം ആഴമേറിയ അർത്ഥതലമാണ് അവനിൽ വസിക്കുക എന്ന് പറയുന്നത്. നോട്ട് വിത്ത് ഹിം ബട്ട് ഇൻ ഹിം എന്നതാണ് യഥാർത്ഥ ക്രൈസ്തവീകത. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? ഞാനും യേശുവിൻ്റെ കൂടെ ആയിരുന്നു എന്ന് പറയാൻ ഒത്തിരി പേർക്ക് കഴിയും. പക്ഷേ യേശുവിൽ ആയിരുന്നു, യേശുവിൽ ആണ് എന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? അതാണ് ദൈവപ്രസാദ യോഗ്യമായ ജീവിതം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഗെത്സമനെ തോട്ടത്തിൽ യേശുവിൻ്റെ കൂടെയായിരുന്നു ശിഷ്യന്മാരെല്ലാവരും. നമുക്കറിയാം, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, യൂദാ ഒഴികെ ബാക്കിയുള്ളവരെല്ലാവരും യേശുവിൻ്റെ കൂടെയായിരുന്നു. പക്ഷേ പന്തവും കുന്തവും വാളും വടിയും ഒക്കെ കണ്ടപ്പോൾ കൂടെ നിന്നവരെല്ലാവരും പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്തു, ഓടിമാറുകയായിരുന്നു. ഒറ്റ വഴിയിലൂടെ കയറിപ്പോയത്. ഇറങ്ങി വന്നത് 11 വഴിയിലൂടെയാണ്. അതുവഴി ഇതുവഴി ഓടുകയായിരുന്നു. പത്രോസ് ഓടിയാൽ പിന്നെ യോഹന്നാൻ നിൽക്കുമോ? യോഹന്നാനും പത്രോസ് ഓടിയാൽ പിന്നെ യാക്കോബ് നിൽക്കുമോ? ഇല്ല. ഇവരെല്ലാവരും കൂടെ ഓടിയാൽ പിന്നെ മത്തായിക്ക് മാത്രമേ നിൽക്കാൻ പറ്റൂ. എല്ലാവരും ഓടി 11 വഴിയിലൂടെ ഇറങ്ങി ഓടിയത്. പ്രാണനാണ് ഇവർക്ക് വലുതായി വന്നത്. പിന്നീട് നമ്മൾ വായിക്കുന്നു, അവർ അകലം വിട്ട് യേശുവിനെ അനുഗമിക്കുകയായിരുന്നു. കണ്ടോ, പന്തവും കുന്തവും വാളും വടിയും കണ്ടപ്പോൾ യേശുവിൻ്റെ കൂടെയുള്ളവരെല്ലാവരും വിട്ടുപോയി യേശുവിനെ. പക്ഷേ യേശുവിൽ ആയ ഒരുവൻ്റെ പ്രഖ്യാപനം വളരെ ഗംഭീരമായി റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. കഷ്ടതയോ സങ്കടമോ ആപത്തോ വാളോ നഗ്നതയോ എന്തു വന്നാലും അവനിൽ നിന്ന് തന്നെ വേർതിരിപ്പാൻ കഴിയില്ല. അതാണ് യഥാർത്ഥ ക്രൈസ്തവീകത എന്ന് പറയുന്നത്. ആസ്ട്രേലിയയിൽ ജീവിച്ചാലും അങ്ങ് ഇന്ത്യയിൽ ജീവിച്ചാലും അമേരിക്കയിൽ ജീവിച്ചാലും ഞാൻ ക്രിസ്തുവിൻ്റെ കൂടെയല്ല, പകരം ക്രിസ്തുവിൽ ആണ് എന്ന ആ ആത്മീയ ആഴം, ആ ആത്മീയ ബോധം, ആ അവബോധം നമ്മെ ഭരിക്കുന്നുവെങ്കിൽ നമ്മെ പിന്തിരിപ്പിക്കാൻ ഒരു ശക്തിയുമാവില്ല. ഒരു ഫറവോന്യ വ്യാപാരത്തിന് നമ്മെ പിന്തിരിപ്പിക്കാനാവില്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ആ കാര്യം? നാം യേശുവിൽ ആകണം. ലേഖനങ്ങൾ നിങ്ങൾ എത്ര കണ്ട് ശ്രദ്ധ കൊടുത്ത് വായിക്കുമെന്ന് എനിക്കറിയില്ല. പലർക്കും ലേഖനങ്ങളോട് ഇച്ചിരി അകൽച്ചയാണ്. സങ്കീർത്തനമാണ് പലർക്കും താല്പര്യം. സങ്കീർത്തനത്തോട് എനിക്ക് വിരോധമൊന്നുമില്ല, നല്ലതാണ് സങ്കീർത്തനം, എനിക്കിഷ്ടമാണ് സങ്കീർത്തനത്തിൻ്റെ ആ ഒരു ശൈലി. പക്ഷേ ഞാൻ കൂടുതൽ പുതിയ നിയമവിശ്വാസി എന്നുള്ള നിലയിൽ എൻ്റെ സന്ദേശങ്ങളെയും എൻ്റെ ധ്യാനങ്ങളെയും എൻ്റെ ജീവിതത്തിൻ്റെ ക്രമീകരണങ്ങളെയും ലേഖനവുമായി സമരസപ്പെടുത്തി പോകാനാണ് ആഗ്രഹിക്കുക. ലേഖനങ്ങളിലെ മുഴുവൻ ചിന്തകളും നമ്മൾ വായിച്ചു നോക്കാം. റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെയുള്ള 21 ലേഖനങ്ങളിൽ ഇൻ ഹിം എന്ന പ്രയോഗത്തിന് ഭയങ്കര പ്രസക്തിയാണ്. പൗലോസും പത്രോസും യോഹന്നാനും യൂദായും യാക്കോബും എല്ലാം ആ ഒരൊറ്റ ചിന്തയിൽ സമവീക്ഷണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പൗലോസിന്റെ ലേഖനങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കൂ. അവനിൽ, ക്രിസ്തുവിൽ, കർത്താവിൽ, ക്രിസ്തുവേശുവിൽ, പ്രിയനായവനിൽ എന്ന ആ പ്രയോഗം. മലയാളം ബൈബിളിലെ ആ ഇൽ 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 എന്ന പ്രയോഗം ഇംഗ്ലീഷ് ബൈബിളിൽ കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. ഇൻ ഹിം, ഇൻ ലോർഡ്, ഇൻ ജീസസ്, ഇൻ ക്രൈസ്റ്റ് ജീസസ്, ഇൻ ബിലവഡ് എന്ന് പറയുന്ന ഇംഗ്ലീഷിലെ ആ ഇൻ 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 എന്ന പ്രയോഗം. അപ്പോൾ യേശുവിൻ്റെ കൂടെ വിത്ത് ക്രൈസ്റ്റ് എന്നുള്ളതിന് വലിയ ആഴമൊന്നുമില്ല. ഇൻ ക്രൈസ്റ്റ് എന്നതിനാണ് ആഴമേറിയ അനുഭവമുള്ളത്. ഹല്ലേലൂയ. അതാണ് ഇവിടെ യോഹന്നാൻ പറയുന്നത്. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ എങ്ങനെ നടക്കണം? അവൻ നടന്ന പോലെ. ഇവിടെ നടപ്പാണ് നമ്മുടെ വിഷയമാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ബഹുമാന്യ കർത്തൃദാസൻ പ്രാർത്ഥിക്കുമ്പോഴും ആ വിഷയത്തിൻ്റെ ആധികാരികതയെ താൻ എടുത്ത് ഉദ്ധരിക്കുന്നത് കേട്ടപ്പോൾ സന്തോഷം തോന്നി. നാം നടക്കേണ്ടത് കർത്താവ് നടന്നത് പോലെയാണ്. അതാണ് നാം ചിന്തിക്കുക. ഇവിടെ പോലെ എന്ന പ്രയോഗം വളരെ ഗൗരവമായ ഒന്നാണ്. അതിനെയാണ് നാം പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. സന്തോഷമാണോ? പോലെ എന്ന പ്രയോഗം വളരെ ഗൗരവമായൊരു സംഗതിയാണ്. ആദ്യം ഈ പോലെ കേട്ടത് നമ്മുടെ വല്യമ്മച്ചിയായിരുന്നു. ആരാ? ഹവ്വ. ഇത് നിന്നാൽ നിങ്ങൾ ദൈവത്തെ, അവിടെയാണ് പോലെ തുടങ്ങുന്നത്. അറിയാമോ? പോലെ എന്ന് പറയുന്നത് കച്ചവട സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേക നയമാണ്. ഈ പോലെ എന്ന് പറയുന്നത്. ഈ സോപ്പ് വാങ്ങിച്ചാൽ നിങ്ങൾ ഇതിൻ്റെ പുറം കവറിലുള്ള ആ സുന്ദരിയായ പെങ്കൊച്ചനെ പോലെയാകും. അത് അവിടെ ഫോട്ടോ പതിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സോപ്പിട്ട് തേച്ച് 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 അത് പറഞ്ഞു തീരുന്നല്ല. നമ്മൾ ഇതുവരെ ആരെയും പോലെ ആയി തീർന്നിട്ടില്ല. നമ്മളതുപോലെ തന്നെയാണ്. എല്ലാ ക്രീമിൻ്റെയും പുറത്ത്, എല്ലാറ്റിൻ്റെയും പുറത്ത് ഒരു മഞ്ചുള്ള മുഖം ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇത് വാങ്ങിച്ചാൽ, ഇത് കഴിച്ചാൽ, ഇത് കുടിച്ചാൽ, ഇത് തേച്ചാൽ, ഇതിട്ട് കുളിച്ചാൽ ആരെ പോലെ?
ആ പുള്ളിയെ പോലെയാകും. ഇത് സാത്താൻ അന്ന് പയറ്റി തെളിഞ്ഞ ഒരു സംഗതിയാണ്, വിജയിച്ച ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഈ പോലെ എന്നുള്ളതിന് ഭയങ്കര പ്രസക്തിയാണ്. ദൈവത്തെ പോലെയാകും, അതാ ചാടി വീഴുന്നത്. ഭർത്താവിനോട് പോലും ഒരു വാക്ക് ചോദിക്കാൻ നിൽക്കാതെ, ഒന്നുകൂടി ഒരു പുനർവിചാരണയ്ക്ക് തയ്യാറാകാതെ അപരിചിതമായി കേട്ട ആ വാചകത്തിൻ്റെ മുൻപിലേക്ക് ചാടി വീഴുകയായിരുന്നോ ഹവ്വ? മനസ്സിലായില്ലേ? പോലെയായി. സത്യത്തിൽ സാത്താന് അവിടെ പറയുന്നത് അത്ര വലിയ വ്യാജമാണ് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ ദൈവത്തെ പോലെയാകുമെന്നേ പറഞ്ഞുള്ളൂ. ദൈവത്തെ പോലെയാകുമെന്ന് പറഞ്ഞപ്പോൾ ഹവ്വ ചോദിക്കണമായിരുന്നു, ഏത് ദൈവത്തെയാണ് നീ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കണമായിരുന്നു. അത് ചോദിക്കാനുള്ള ദൈവപരിജ്ഞാനം പുള്ളിക്കാരിക്കില്ലാതെ പോയതുകൊണ്ടാണോ എന്തോ കേട്ട പാടെ അങ്ങ് തിന്നുകയായിരുന്നു. സത്യത്തിൽ സാത്താൻ പറഞ്ഞത് കള്ളമാണെന്ന് എനിക്ക് പറയാനാവില്ല. സാത്താൻ എന്തെങ്കിലും ചെയ്താൽ തന്ത്രപരമായി ചെയ്യൂ. ഏത് കോടതിയിലും അവൻ കയറി വാദിച്ചാൽ വിജയം അവൻ്റെ പക്ഷത്ത്. ഞാൻ അങ്ങനെ ചതിച്ചൊന്നുമില്ല. ഞാൻ ഉള്ളതേ പറഞ്ഞുള്ളെന്ന് സാത്താൻ പറഞ്ഞാൽ എതിര് പറഞ്ഞ് ജയിപ്പിക്കാൻ തോൽപ്പിക്കാൻ ഒരു വക്കീലിനുമാവില്ല. സാത്താൻ പറഞ്ഞ് ദൈവത്തെ പോലെ ആകുമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ദൈവത്തെ പോലെ എന്നിട്ട് അവരായില്ലല്ലോ. സാത്താൻ പറയുന്നു ആയി. എങ്ങനെ ആയി? കൊരിന്ത്യ ലേഖനം നിങ്ങളുടെ പുസ്തകത്തിൽ, നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകം, സാത്താൻ പറയുന്ന ഡയലോഗാണ് ഞാൻ പറയുക. നിങ്ങളുടെ കയ്യിലുള്ള വേദപുസ്തകത്തിൽ കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യർ 4:4 നിങ്ങളെടുത്ത് വായിച്ച് നോക്കിക്കേ. ഈ ലോകത്തിൻ്റെ ദൈവമായ സാത്താൻ അവിശ്വാസികളുടെ മനസ്സിനെ എന്തോ ചെയ്തിരിക്കുന്നു? എന്നെ ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പുസ്തകത്തിൽ. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞത് ദൈവത്തെ പോലെ ആകുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ആയി. ഇത് കഴിച്ച ഉടനെ ആരെ പോലെ ആയി? എന്നെ പോലെ തന്നെയായി. മനസ്സിലായി? എന്നെപ്പോലെ നഗ്നനും, എന്നെപ്പോലെ നീചനും, എന്നെപ്പോലെ നികൃഷ്ടനും, എന്നെപ്പോലെ ദോഷിയും, എന്നെപ്പോലെ എല്ലാ വിധത്തിലുള്ളതായിരിക്കുന്ന ദോഷങ്ങളുമുള്ളവനായി ആരെ ഞാൻ മാറ്റി? മനുഷ്യനെ മാറ്റി. ഞാൻ പറഞ്ഞത് ഇതാണ്, ഇത് തിന്നാൽ ആരെപ്പോലെ ആകും? മനുഷ്യൻ്റെ നരാധമത്വത്തിൻ്റെ, മനുഷ്യൻ്റെ മൃഗീയതയുടെ, മനുഷ്യൻ്റെ പൈശാചികതയുടെ, മനുഷ്യൻ്റെ സകലവിധമായ അധാർമികതയുടെ, അനാത്മികതയുടെ എല്ലാം മൂലകാരണം അവൻ കേട്ട ആ വാചകത്തെ അപ്പടി വിശ്വസിച്ചവൻ അതുപോലെ ആയിത്തീരുകയായിരുന്നു. സാത്താൻ പറഞ്ഞത് ദൈവത്തെ പോലാകും. ആ ദൈവം എന്ന് പറയുന്നത് പൗലുസിൻ്റെ തീക്ഷ്ണമായ തിയോളജിയിൽ പൗലുസ് പറയുകയാണ് ഈ ലോകത്തിൻ്റെ ദൈവം. സാത്താൻ കൊടുത്തിരിക്കുന്ന ഒരു പേരാണ്. അവൻ ഈ ലോകത്തിൻ്റെ ആരാ? ദൈവം. പക്ഷെ നാം സേവിക്കുന്ന ദൈവം സത്യദൈവമാണ്, അല്ല ഏക സത്യദൈവമാണ്. അങ്ങനെ ഒരു പ്രയോഗമാണ്, ഏക സത്യദൈവം. അങ്ങനെ പ്രയോഗം വായിച്ചിട്ടുണ്ടോ? നിത്യജീവൻ ലഭ്യമാകേണ്ടതിന് നാം അറിയേണ്ടത് ഏതെങ്കിലും ഒരു ദൈവത്തെയല്ല, പിന്നെ ഏത് ദൈവത്തെ അറിയണം? ഏകസത്യ ദൈവത്തെ. എവിടെയാണ് വാക്യം? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 3-ാമത് വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഏകസത്യ ദൈവമായി നിന്നെ അറിയുന്നത് തന്നെ എന്തുവാണ്? നിത്യജീവൻ. ഏതെങ്കിലും ഒരു ദൈവത്തെ അറിഞ്ഞിട്ട് കാര്യമില്ല. നിത്യജീവന്റെ പ്രാപണത്തിന്, ആത്മീയ ജീവിതത്തിന്റെ വിടുതലിന്, വീണ്ടെടുപ്പിന്, രക്ഷയ്ക്ക്, മോക്ഷത്തിന്, മുക്തിക്ക്, സായുജ്യത്തിന്, ശാന്തിക്ക്, സമാധാനത്തിന്, വിടുതലിന്, വീണ്ടെടുപ്പിന് ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ പുറകെ പോയാൽ പോരാ. പിന്നെ ഏത് ദൈവത്തെ അറിയണം? ഏകസത്യ ദൈവത്തെ തന്നെ അറിയണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഏകസത്യ ദൈവം എന്ന് പറയുന്ന ഒരു ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ലോകത്തിൻ്റെ ദൈവമായ പിശാചിൻ്റെ പിന്നാലെ ആവാഹന ശക്തികൾ, സങ്കല്പ ശക്തികൾ, ഒട്ടനവധി ദുഷ്ടമൂർത്തികൾ ഒക്കെയായി അവയൊക്കെ ദൈവമെന്ന് കണ്ടുകൊണ്ട് ആരാധിക്കുന്ന, നമിക്കുന്ന, പ്രണമിക്കുന്ന ഒരു ഗതികളിലേക്ക് മനുഷ്യൻ വല്ലാതെ മുതലക്കുപ്പ് നടത്തുകയാണ്. സാത്താൻ്റെ തന്ത്രമാണത്. ഓക്കെ, നമുക്ക് പോലെ എന്ന പദത്തിലേക്ക് വരാം. ഇനി കേൾക്കണേ, നിങ്ങളിത് കഴിച്ചാൽ ദൈവത്തെ പോലെയാകുമെന്ന് പറഞ്ഞു. ഈ ലോകത്തിൻ്റെ ദൈവമായ പിശാചിനെ പോലെ മനുഷ്യവർഗം അധപ്പതിച്ചു പോയി. ക്രോധവും ഈർഷ്യയും പകയും രക്തച്ചൊരിച്ചിലടക്കമുള്ള സകല തിന്മകൾക്കും അവൻ മുഖാന്തരമായി മാറിയത്. അവൻ ദൈവത്തെ പോലെയായി തീർന്നത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? ഓക്കെ, എന്നാൽ അതിന് ബദൽ നടപടി ദൈവം വയ്ക്കുകയാണ്, സത്യദൈവം വയ്ക്കുകയാണ്. നമ്മെ എല്ലാവരെയും ദൈവത്തെ പോലെ ആക്കാൻ ദൈവത്തിൻ്റെ ഒരു നടപടിയെ തൻ്റെ പുത്രനെ ഭൂതലത്തിലേക്ക് അവതരിപ്പിച്ചു, നൽകി തന്നു. ദ ഇൻകാർണേഷൻ ഓഫ് ക്രൈസ്റ്റ്. ഇനി നാം ചെയ്യേണ്ട ഒരേ ഒരു കാര്യമുണ്ട്. നമ്മൾ ആരെ പോലെ ആകണം? യേശുവെ പോലെ ആകണം. അപ്പോൾ മറ്റേ പ്രശ്നത്തിന് പരിഹാരമാകുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തെ പോലെ ആകുമെന്ന വാചകം കേട്ട് പരിജ്ഞാനമില്ലാതെ അബദ്ധത്തിൽപ്പെട്ടുപോയ മനുഷ്യന് മടങ്ങി വരേണ്ടതിന് ദൈവമൊരുക്കിയ ഒരു വഴിയാണ് യേശുവെ പോലെ നാം ആയിത്തീരുക എന്നുള്ളത്. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് യേശുവെ പോലെയാകാൻ? മലയാളിക്ക് മറക്കാനാവാത്തൊരു പാട്ട് ഓർമ്മ വരുന്നുണ്ടോ? ഓസ്ട്രേലിയയിലേക്ക് കടൽ കടന്നെത്തിയപ്പോഴും ആ പാട്ട് മറന്നിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഏതാ? യേശുവെ പോലെയാകാൻ. ഗംഭീര പാട്ടുകാരിവിടെയുണ്ട്, വിക്ടർച്ചാൻ അടക്കം. അതുകൊണ്ട് ഞാൻ പാടുന്നില്ല. ഞാൻ പാടിയാൽ അത് കുഴപ്പമാവും. അതുകൊണ്ട് ഞാൻ പാടുന്നില്ല, പറയുകയാണ്. യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്ക് കേൾക്കുവാൻ, അങ്ങനൊരു സുന്ദരഗാനം മലയാളിക്ക് നൽകി തരാൻ ഒരു അനുഗ്രഹീത കർത്തൃദാസൻ കപ്പലിറങ്ങി വരേണ്ടി വന്നു. നാഗൽ സായിപ്പ്, അനുഗ്രഹീതനായൊരു ദൈവദാസൻ. ആ പാട്ടിനോട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്നൊരു ഇണപ്പാട്ടുണ്ട് അതിൻ്റെ തന്നെ. ഏതാ? ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ
പോലെ ആക്കണം. അല്പമല്ല, പിന്നെ മുഴുവനും, ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ എനിക്ക് ആരെ പോലെ ആകണം? യേശുവെ പോലെ ആകണം. ഈ ലോകത്തിൻ്റെ ദൈവമായി പിശാചിനെ പോലെയായി തീർന്നുകൊണ്ട് പ്രാകൃതത്വത്തിൻ്റെ അടിത്തട്ടിലേക്ക് വീണുപോയ എനിക്ക് ഒരു എഴുന്നേറ്റമുണ്ടാകണം. അതിന് ഞാൻ യേശുവെ പോലെയായേ പറ്റുകയുള്ളൂ. ഇവിടെ നമുക്ക് നൽകി തന്നിട്ടുള്ള ഈ വേദവചനത്തിൻ്റെ പൊരുളുകളിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ അറിയണം, യേശുവെ പോലെ ആകുക എന്നുള്ളത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന മഹത്തായ കാര്യമാണ്. പ്രായഭേദമില്ല, ലിംഗഭേദമില്ല, സ്ഥാനമാന സ്ഥലകുല വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാവരെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം, തൻ്റെ പുത്രനെ പോലെ നമ്മളായി തീരണം. അവൻ നടന്നതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? നടക്കണം. ആ പോലെ എന്ന പദത്തിന് പ്രസക്തി കൊടുത്തുകൊണ്ട് ഞാൻ ആദ്യത്തെ അല്പചില നിമിഷങ്ങൾ പഠനാർഹമായ ചില ചിന്തകൾ വേദത്തെളിവുകളായി നിങ്ങൾക്ക് നൽകിത്തരാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ നിങ്ങൾ വ്യാപൃതരായിരിക്കുമ്പോൾ ഇനി തരാൻ പോകുന്ന ഈ വാക്യങ്ങൾ ഒരിക്കലും കൈമോശം വരരുത്. എത്ര തിരക്കുള്ള ജീവിതമാണെങ്കിലും, എത്ര മാത്രം സംഘർഷമുള്ള ജീവിതമാണ് താങ്കൾ നയിക്കുന്നതെങ്കിലും, ഇനി ഞാൻ അക്കമിട്ട് തരാൻ പോകുന്ന വാക്യങ്ങളൊന്നും മറക്കരുത്. പുതിയ നിയമത്തിലെ വാക്യങ്ങളെ മാത്രം കോർത്തിണക്കിക്കൊണ്ട് യേശുവെ പോലെ എന്ന ആ പ്രയോഗത്തിൻ്റെ വിശദാംശങ്ങൾ തരികയാ. കേൾക്കാനും പഠിക്കാനും സന്തോഷമാണോ? പ്രൈസ് ദ ലോർഡ്. യേശുവെ പോലെ നടക്കണമെന്നുണ്ടെങ്കിൽ, യേശുവെ പോലെ ആകണമെന്നുണ്ടെങ്കിൽ, നടപ്പെന്നുള്ള പദത്തിൻ്റെ പ്രയോഗമൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഇന്നലെ ഇല്ലാതിരുന്നവർക്ക് വേണ്ടി ഞാൻ പറയാം ആ വാചകം ഒന്നുകൂടെ. നടപ്പ് നടപ്പ് നടപ്പെന്ന് വേദപുസ്തകം പറയുന്നത് കാലുകൊണ്ട് ചെയ്യുന്ന കർമ്മത്തെ ഉദ്ദേശിച്ചല്ല. പിന്നെന്താന്നാ പറഞ്ഞേ? ജീവിതം കൊണ്ട് അനുഷ്ഠിക്കുന്ന ധർമ്മമാണ്, ലൈഫ് സ്റ്റൈലിനെയാണ് എന്താ പറയുന്നത്? നടപ്പ്. കാലുകൊണ്ട് ചെയ്യുന്ന ഒരു കർമ്മമാണ് നടപ്പെന്ന് വിചാരിക്കരുത്. ജീവിതം കൊണ്ട് നമ്മൾ അനുഷ്ഠിക്കേണ്ടതായ മഹത്തായ ഒരു കാര്യത്തെയാണ് നടപ്പെന്നത് കൊണ്ട് അർത്ഥമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജീവിക്കേണ്ടത് ആര് ജീവിച്ച പോലെ ആകണം? യേശു ജീവിച്ചത് പോലെയാകണം. ഇനി ഞാൻ കുറേ വാക്യങ്ങൾ അങ്ങോട്ട് തരിക. ആ വാക്യങ്ങളിലെല്ലാം പോലെ എന്ന പ്രയോഗമുണ്ട്, മാറാതെ പോലെ എന്ന പ്രയോഗമുണ്ട്. മനസ്സിലായല്ലോ? ആ വാക്യങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. കുറിച്ചെടുക്കാൻ പറ്റിയാൽ കുറിച്ചെടുക്കണം. മനസ്സിൻ്റെ ചെപ്പിൽ അതിനെ മനഃപ്പാടമാക്കണം. എന്നും അതിനെ ധ്യാനിക്കുവാനും കഴിയണം. യേശു നടന്നതുപോലെ അഥവാ യേശു ജീവിച്ചതുപോലെ നമുക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ നാം അറിയേണ്ട 1, 2, 3, 4 എന്ന വിഷയാടിസ്ഥാനത്തിൽ ക്രമമായിട്ട് അങ്ങോട്ട് തരാം. ഒന്നാമത് സാധ്യമാകണം. എന്താണെന്നറിയാമോ? അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നമ്മൾ നിർമ്മലരാകണം. എത്ര പേർക്ക് സ്വത്രം പറയാൻ പറ്റും? യേശുവെ പോലെ ആകുക എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രിഗേഷനിൽ അംഗമാകുക എന്നുള്ളതല്ല. അതാവശ്യമാണ്, കുഴപ്പമില്ല, ആയിക്കോ, ഇഷ്ടമുള്ളിടത്ത് പോകാമല്ലോ നമുക്ക്. പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല. പിന്നെ ക്രൈസ്തവ ലോകത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ മറക്കാത്ത സംഭാവന നൽകി എന്നുള്ളത് കൊണ്ട് മാത്രമായില്ല. എന്തെങ്കിലും പുണ്യപ്രവൃത്തി, 10 സ്കൂബി ഡേ ബാഗ് വാങ്ങിച്ചു കൊടുത്തു, കുറെ വീട് പരിഷ്കരിച്ചു കൊടുത്തു, വിവാഹം പ്രായമെത്തി നിൽക്കുന്ന കുറെ പെൺകുട്ടികൾക്ക് നമ്മൾ ധനസഹായം കൊടുത്തു. അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് യേശുവിൻ്റെ സ്നേഹത്തിൽ. പക്ഷേ അതുകൊണ്ടൊന്നും ആരും യേശുവെ പോലാകത്തില്ല. പിന്നെ യേശുവെ പോലാകണമെങ്കിൽ അതിന്റെ പ്രഥമ പടിയാണ് അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നമ്മൾ ആരാകണം? നിർമ്മലരാകണം. എത്ര പേര് അത് ആഗ്രഹിക്കുന്നുണ്ട്? യേശു അതിന്റെ മാനദണ്ഡം കണ്ടോ? വേറെ ആരെയെങ്കിലും അല്ല നമുക്ക് ചൂണ്ടിത്തരുന്നത്, യേശു നിർമ്മലനായിരിക്കുന്നത് പോലെ. എവിടെയാണ് വാക്യം? 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 3-ാമത് വാക്യമാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായം 3-ാമത് വാക്യം. യെസ്. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കണം. ഓ, അങ്ങനെ വാക്യം കേട്ടൊരു സ്തോത്രം വന്നില്ലല്ലോ. അവൻ ഈ പ്രത്യാശയുള്ളവനെല്ലാം. ആരാ? ഏത് പ്രത്യാശയാ? കർത്താവ് വരും, അവന്റെ അടുക്കിലേക്ക് എന്നെ ചേർത്ത് കൊണ്ടുപോകുമെന്ന പുനരാഗമിക്കും നാളിൽ കർത്താവിനോടൊപ്പം സമാഗം എന്ന പ്രത്യാശ ഉള്ളവരെല്ലാവരും എന്തോ ഇതോണെന്നാ പറഞ്ഞേ? അവൻ നിർമ്മലനായിരുന്നത് പോലെ. യേശു നിർമ്മലനായിരുന്നു എന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? യേശു നിർമ്മലനായിരുന്നു എന്നുള്ളതിന് ശക്തമായ 3 വാക്യങ്ങൾ ഞാൻ തരാം. അല്പം വേഗത്തിൽ ഞാൻ മുൻപോട്ട് പോകാം. യേശുവിൻ്റെ നൈർമല്യതയെക്കുറിച്ച് പ്രസംഗിക്കാൻ ഒരു ദിവസം പോരാ. അത്ര കണ്ട് ഗംഭീരമായ ഒരു വിഷയമാണ് യേശുവിൻ്റെ നിർമ്മലത എന്ന് പറയുന്നത്. അറിയാമോ? 3 പ്രധാന വാക്യങ്ങൾ ഞാൻ തരാം. വായിപ്പിക്കുന്നില്ല, നിങ്ങൾ കുറിച്ചുകൊള്ളണം. ആ വാക്യങ്ങൾ വായിപ്പിച്ചു പോകാനാണെങ്കിൽ സമയം ഒത്തിരിയാകും. അതുകൊണ്ട് 3 വാക്യങ്ങൾ യേശുവിൻ്റെ നിർമ്മലതയ്ക്ക് ഉദാഹരണമായി ഞാൻ തരാം. യേശുവിൻ്റെ മനുഷ്യത്വത്തിൽ നിർമ്മലനായിരുന്നു യേശു. ജനിക്കുന്നതിന് മുൻപ് യേശു വിശുദ്ധിയിൽ തികഞ്ഞവനാണ്, വിശുദ്ധനാണ് എന്ന് പ്രഖ്യാപനം ചെയ്തിരിക്കുന്ന ഒരു വാക്യമാണ് ലൂക്കോസ് 1:35. അത്യുന്നതന ശക്തി നിന്റെ മേൽ നിഴലിടും. അപ്പോൾ ഉണ്ടാകുന്ന പ്രജ എന്നല്ല, അപ്പോൾ ഉണ്ടാകുന്ന ശിശു എന്നല്ല, അപ്പോൾ ഉണ്ടാകുന്ന കുഞ്ഞ് എന്നല്ല. പിന്നെന്താ വാക്യം? പറ. അപ്പോൾ ഉണ്ടാകുന്ന വിശുദ്ധ പ്രജ.
ഉണ്ടോ? യേശു വിശുദ്ധനായത് ജനിച്ച ശേഷം നല്ല നടപ്പൊക്കെ കണ്ട് വേണ്ടപ്പെട്ടവരെല്ലാം കൂടെ വട്ടം കൂടിയിരുന്ന് തീരുമാനിച്ച് യേശുവിനെ വിശുദ്ധനായി പ്രഖ്യാപനം ചെയ്തതല്ല. ജനിക്കുന്നതിന് മുമ്പേ യേശു വിശുദ്ധനെന്ന് പ്രഖ്യാപനം ചെയ്തതാണ്. കരങ്ങൾ ഉയർത്തി ശ്രദ്ധിച്ചാട്ടെ. ലൂക്കോസ് 1:35 വിശുദ്ധ പ്രജ. ഇനി യേശുവിന്റെ നിർമ്മലതയ്ക്ക് വേറൊരു വാക്യം ഞാൻ തരാം. ഏതാണെന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 8:46 വാക്യം. 8-ാം അധ്യായം 46 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുക: നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പാപം ചെയ്തു, ഞാനൊരു പാപത്തിൻ്റെ വാക്ക് പറഞ്ഞു, ഞാനൊരു പാപപ്രവൃത്തി ചെയ്തു, ഞാൻ അതിലേ പോയി ഇതിലേ വന്നു എന്നൊക്കെയുള്ള ഏതെങ്കിലും ഒരു ദോഷം എന്നെക്കുറിച്ച് പറയുവാൻ ആർക്ക് കഴിയും? ഇത് ഒരു ഇടവരാന്തയിൽ ആരുമില്ലാതിരുന്ന നേരത്തെ സ്വഗതം പറഞ്ഞ ഡയലോഗല്ല. പിന്നെ നൂറുകണക്കിന് ആളുകൾ തൻ്റെ വാക്കുകൾ കണ്ടതിന് വേണ്ടി, പ്രഭാഷണം കേൾക്കേണ്ടതിന്, തിരുവായി മൊഴി ഞരുളി ചെയ്യുന്ന ഈടുറ്റ ചിന്തകൾ കേൾക്കേണ്ടതിന്, അറിയേണ്ടതിന് വേണ്ടി വന്നുകൂടി നിൽക്കുമ്പോൾ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞ വാചകമാണ്, അവരുടെ മുഖത്ത് നോക്കി ചോദിച്ച ചോദ്യമാണ്: നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം? ഞാനൊരു കാര്യം പറയട്ടെ, സന്തോഷത്തോടെ ഇന്നുവരെ ആ ചോദ്യത്തിന് മറുപടി പറയാൻ നെഞ്ചുറപ്പുള്ള ഒരുത്തനും എഴുന്നേറ്റിട്ടില്ല. അതാണ് എൻ്റെ യേശുവിൻ്റെ നിർമ്മലത. ഓ, ആ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് ആരാധിക്ക്. അവനൊപ്പം പറയാൻ ഒരാളില്ല. അതാണ് യേശുവിൻ്റെ നിർമ്മലത. ഹല്ലേലൂയ. 6-ാം തിരുമുറിവെന്നോ 7-ാം തിരുമുറിവെന്നോ ഒക്കെ പറഞ്ഞ് നാടകം എഴുതി, പുസ്തകം എഴുതി, മനസ്സിലായോ? അതൊക്കെ 8 നില പൊട്ടിയിട്ടുള്ളതല്ലാതെ എൻ്റെ യേശുവിൻ്റെ വിശുദ്ധിക്ക് ഒരു കോട്ടം സംഭവിച്ചിട്ടില്ല. ബെസ്റ്റ് സെല്ലർ എന്നൊക്കെ പറഞ്ഞ് പുസ്തകം എഴുതി പലരും കാശുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ യേശു എന്നും വിശുദ്ധിയിൽ തന്നെ നിൽക്കുന്നു. അവൻ്റെ ജീവിതത്തിൻ്റെ തിന്മ അവൻ ഇങ്ങനെയായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടി കാര്യകാരണ സഹിതം തെളിവ് പറയാൻ ഒരാൾക്കുമില്ല. അത് തന്നെയാണ് യേശുവിനെ പ്രസംഗിക്കാൻ ഞാൻ ഇറങ്ങാനുള്ള കാരണം. ഹല്ലേലൂയ. അപ്പൻ ഉപദേശി ആയതുകൊണ്ട് പരമ്പരാഗതമായി കിട്ടിയ ഒരു ഇടപാടല്ല. യേശുവിൻ്റെ നിർമ്മലതയാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ യേശുവിലേക്ക് അടുപ്പിച്ചത് കാന്തികമായി. യേശു എന്നിലും ഞാൻ അവനിലും എന്ന് പറയത്തക്ക നിലയിൽ ആത്മബന്ധത്തിലേക്ക് വരാൻ കാരണം യേശുവിൻ്റെ ജീവിതത്തിൻ്റെ നിർമ്മലതയാണ്. ഈ ചോദ്യത്തിൻ്റെ മഹത്വം. 3-ാമതൊരു വാക്യം ഏതാണെന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 5-6 വാക്യങ്ങൾ. യോഹന്നാൻ 19:5-6 യേശുവിൻ്റെ നിർമ്മലതയെക്കുറിച്ച് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. എന്താണെന്നറിയാമോ? പിലാത്തോസ് എന്ന് പറയുന്ന നിയമത്തിന്റെ അവസാന വാക്കായിരിക്കുന്ന നിയമത്തിന്റെ കാവലാൾ പറയുകയാണ്: ഞാനുമല്ലൊരു കുറ്റവും കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അന്നാസ് വിസ്തരിച്ചു, കയ്യഫാ വിസ്തരിച്ചു. അന്ന് രാത്രി അടിയന്തരമായി സനദ്രീം സംഘം കൂടി. അവർക്കാർക്കും യേശുവിൽ കുറ്റം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പീലാത്തോസിന്റെ അരികിലേക്ക് കൊണ്ടുവന്നു. പീലാത്തോസ് ഹെരോദാവിന്റെ അടുക്കിലേക്ക്, ഹെരോദാവ് വീണ്ടും പീലാത്തോസിന്റെ അരികിലേക്ക് കൊണ്ടുവന്നു. തണുപ്പുള്ള രാത്രിയിൽ കോടതികൾ മാറി മാറി കയറ്റിയിറക്കിയിട്ടും യേശുവിന് ഒരു കുറ്റം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഏറ്റവും ഒടുവിൽ അവസാന വാക്ക് പറയുവാൻ പരമാധികാരമുള്ള പീലാത്തോസ് തെല്ല് ജാള്യതയോടെ അവന്റെ പ്രട്ടോറിയം, പീലാത്തോസ് അന്ന് അവിടുത്തെ റോമൻ പ്രൊക്കുറേറ്ററാണ്, അവന്റെ പ്രട്ടോറിയത്തിൽ നിന്നുകൊണ്ട് പറയുക: ഞാനുമില്ലൊരു കുറ്റവും കാണുന്നില്ല. ഇത് പറയുമ്പോൾ പീലാത്തോസിന്റെ മുഖം കുനിഞ്ഞിരുന്നു, യേശുവിന്റെ തല ഉയർന്നിരുന്നു. സാധാരണ കുറ്റവാളി എന്നൊക്കെ പറഞ്ഞ് കയറ്റി നിർത്തുമ്പോൾ മുഖം പൊത്തി നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. ടവല് കൊണ്ട് മുഖം പൊത്തി വിരലുകൾ മുഖത്തിനകത്തേക്ക് പൊതിഞ്ഞു നിർത്താൻ ഫോട്ടോഗ്രാഫേഴ്സിന്റെ മുമ്പിൽ മുഖം മറയ്ക്കാൻ ശ്രമിക്കുന്ന കുറ്റവാളികളെ കണ്ടിട്ടുണ്ടോ? എന്ന ജാള്യതയാണ് മുഖത്ത്. പക്ഷെ പ്രട്ടോറിയത്തിൽ നിങ്ങൾ നോക്കിക്കേ, നെഞ്ചു വിരിച്ച് നിൽക്കുന്ന ഒരുവനുണ്ട്. അതാണ് എൻ്റെ യേശു. എത്ര പേർക്ക് സന്തോഷമുണ്ട് കാര്യത്തിൽ? അവൻ കുറ്റമില്ലാത്തവൻ. ഇനി കേട്ടെ, ഈ 3 വാക്യങ്ങളെയും കൂടെ ഒരുമിച്ച് സാംശീകരിച്ച് നമ്മളോട് പറയുകയാണ് യോഹന്നാൻ: ഇതേ നിർമ്മലത നമുക്കുണ്ടായി പറ്റും. അതാണ് ക്രിസ്ത്യ ജീവിതം. താങ്കൾ ഏത് സഭയിലാണെന്നുള്ളതല്ല പ്രശ്നം. ഉപദേശത്തിൻ്റെ വ്യത്യസ്തതകളും വ്യതിരക്തതകളും ഒക്കെയുണ്ട്. സഭാ സംഘടനകളുടെ വ്യത്യസ്തതകളൊക്കെ നമുക്കിവിടെയുണ്ട്. ക്രിസ്ത്യാനിത്വത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് സത്യോപദേശത്തിൽ, സത്യകൃപയിൽ, സത്യവചനത്തിൽ, സത്യദൈവം, സത്യരക്ഷകനായ ഐ ആം ദ ട്രൂത്ത് എന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ നൈർമല്യത ഏറ്റു ജീവിക്കുക എന്നുള്ളതാണ്. അതിനാർക്കും ആക്ഷേപം പറയാനുണ്ടാകില്ല. അപ്പം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ നമ്മൾ ആരാകണം? വാക്ക് വിത്ത് ഹിം എന്ന് പറയുമ്പോൾ നിർമ്മലതയില്ലാതെ ആർക്കും യേശുവിൻ്റെ കൂടെ പോകാൻ പറ്റില്ല. 3.5 വർഷം അവനോടൊപ്പം തട്ടിമുട്ടി ഉരുമി ഉരഞ്ഞു നടന്നിരുന്ന ശിഷ്യന്മാരിൽ യൂദ അവനെ വിറ്റ് കാശാക്കി 30 വെള്ളിക്കാശ് എന്ന് വന്നപ്പോൾ, 30 വെള്ളിക്കാശ് കിട്ടുമെന്ന് വന്നപ്പോൾ യേശുവിനെ വിൽക്കാൻ അവൻ തയ്യാറാകുകയായിരുന്നു. പ്രാണൻ അപകടത്തിലാകുമെന്ന് അറിഞ്ഞപ്പോൾ 3 പ്രാവശ്യം അറിയുന്നില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു. 1-ാമത്തെ പോപ്പ് പത്രോസ്. നോക്ക്, 3.5 വർഷം അവനെ ചാരി നടന്നിട്ടും യേശുവിൻ്റെ നിർമ്മലത അതേ നിലയിൽ പ്രാപിക്കാൻ കഴിയാതെ പോയി. ശിഷ്യന്മാരുടെ ബലഹീനത മറന്നു പോകരുത്. അവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. അവനിലായിരിക്കുന്നവൻ അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ എന്ത് ചെയ്തേ പറ്റൂ? നിർമ്മലനായേ പറ്റുള്ളൂ. ഇവിടെ ഒരു
ഹൃദയത്തിൻ്റെ സമ്പൂർണ്ണമായ സമർപ്പണത്തിനും ഒരു പുനർവിചാരണയ്ക്കും നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഇന്ന് വരെ കഴിച്ച ക്രിസ്തീയ ജീവിതത്തിൽ നിർമ്മലതയുടെ അളവ് എങ്ങനെയുണ്ട്? നിർമ്മലതയെക്കുറിച്ച് മാത്രം പറയണം, ഞാനതിന് സമയമെടുക്കുന്നില്ല. അപ്പം ഒന്നാമത്തെ പോലെ ഇതാണ്, അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ നിർമ്മലനാകണം. രണ്ടാമത്തെ സംഗതി കേൾക്കണോ? അവൻ അനുസരിച്ചതുപോലെ ഉപദേശം അനുസരിച്ചേ പറ്റൂ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കണം. യേശു പറഞ്ഞ ഡയലോഗാ. വായിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു വാക്യം? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 10-ാമത് വാക്യമാണ്. അവിടെ രണ്ടാമത്തെ പോലെ അതാ, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ എന്ത് ചെയ്യണം? പ്രമാണിക്കണം. ഓ, യേശുവിൻ്റെതാണോ? പിന്നെ ആണേ. പള്ളിയിലാണോ? ആണേ എന്നൊക്കെ നമ്മൾ ഉത്തരം റെഡിമെയ്ഡായി കൊണ്ട് നടക്കുക. പക്ഷേ കൽപ്പനകളുടെ അനുസരണവുമായ ജീവിതം എങ്ങനെയുണ്ട്? യേശുവിൻ്റെ സ്നേഹം ഭയങ്കര ഇഷ്ടമാണ്. യേശുവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന സൗഖ്യം ഭയങ്കര ഇഷ്ടമാണ്. യേശു എന്തെങ്കിലും അനുഗ്രഹം തരാൻ വേണ്ടി ഭയങ്കര താല്പര്യമാണ്. പക്ഷേ ഈ അനുഗ്രഹമൊക്കെ തന്ന കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിനകത്ത് എത്ര താല്പര്യമുണ്ട്. കൽപ്പനകൾ നികക്കുമ്പോൾ ഇന്നും പുറകോട്ട് മാറുന്ന നിരവധി ആളുകളുണ്ട്. മുഴ മാറ്റാൻ പറ്റുമെങ്കിൽ ആ യേശുവിനെ എനിക്ക് വേണം. മുഴ മാറ്റുന്ന യേശു, വീക്കം, താക്കം, മുട്ടൽ, ചതവ്, പൊള്ളൽ ആദിയായതിനെല്ലാം സൗജന്യ ചികിത്സ തരുന്നൊരു യേശു. ക്യാൻസർ, ട്യൂമർ അടക്കം ഉള്ള രോഗങ്ങൾ വൈദ്യം കൈവിട്ടതാ. അപ്പോഴാ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ ഓടി വരിക. പ്രൈസ് ദി ലോർഡ്. സൗഖ്യം യേശു തന്നു. ഡോക്ടർ കൈവിട്ട കേസാ, പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം കിട്ടി. ആ യേശു പറഞ്ഞ ഉപദേശത്തോട് ഇന്നും പുറഞ്ഞു തിരിഞ്ഞ് തന്നെ നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. അവൻ യേശുവിൻ്റെ കൂടെ നടക്കുന്നവനല്ല. കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം യേശുവിൻ്റെ പിന്നാലെ കൂടുക. പക്ഷേ എൻ്റെ തലയിലും കൂടെ ഒന്ന് പ്രാർത്ഥിക്കണേ, കൈവയ്ക്കണേ. ഏത് ഉപദേശിയുടെ കയ്യിലും തല കൊണ്ട് കൊടുക്കുന്ന ചില തലകളുണ്ട്. എത്ര കൈ ആ തല വീണേന്നറിയാം. എന്തോ സഹോദരി പേര്? പൊടിയമ്മയെന്ന്. പൊടിയമ്മ സഹോദരിയുടെ പ്രശ്നം എന്താ? കൊടിഞ്ഞിയ ഭാഷയെന്ന്. പൊടിയമ്മാമിക്ക് കൊടിഞ്ഞി. എത്ര നാളായി? 10-20 കൊല്ലമായി. കൊടിഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ അറിയാമോ? ഓസ്ട്രേലിയക്കാർക്ക് അറിയാം. മൈഗ്രെയിൻ. മനസ്സിലായില്ലേ? തലയിലോട്ട് കൈവച്ച് കൃപയുള്ള ദൈവദാസൻ യേശുവിൻ്റെ നാമത്തിൽ 20 കൊല്ലമായി വ്യാപരിച്ച് നിൽക്കുന്ന കൊടിഞ്ഞിയുടെ പോരാട്ടത്തെ ശാസിക്കുന്നു, ഭത്സിക്കുന്നു എന്ന് പറയുമ്പം കൊടിഞ്ഞിയുടെ വഴിക്ക് പോകും, പൊടിയമ്മയുടെ വഴിക്കും പോകും. പിന്നെ ഈ പൊടിയമ്മ യേശുവിൻ്റെ അടുക്ക് വരണമെങ്കിൽ അടുത്ത കൊടിഞ്ഞി വരണം. മനസ്സിലാകുന്നുണ്ടോ? രോഗസൗഖ്യത്തിന് വേണ്ടി മാത്രം യേശുവിൻ്റെ പിന്നാലെ. യേശു സൗഖ്യമാക്കത്തില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, സൗഖ്യമാക്കും. ഏത് പ്രശ്നവും സൗഖ്യമാക്കും. പക്ഷെ സൗഖ്യമാക്കിയവനോടുള്ള നിന്റെ വിധേയത്വമാണ് കൽപ്പനകളുടെ അനുസരണം. യേശു പറയുന്നു, ഞാൻ പ്രമാണിച്ച പോലെ. എനിക്കെന്തിനാ സ്നാനം? എനിക്കെന്തിനാ അനുസരണം? എനിക്കെന്തിനാ വിധേയത്വം, വിനയം, എളിമ, താഴ്മ, സൗമ്യത? എനിക്ക് അതിൻ്റെയൊന്നും ആവശ്യമില്ലായിരുന്നല്ലോ. ഞാൻ ദൈവമല്ലേ? ആ പ്രകൃതത്തിൽ, ആ പ്രഭാവത്തിൽ ഇറങ്ങിയാൽ മതിയായിരുന്നു. പക്ഷെ ഒരു മനുഷ്യൻ ദൈവം മുൻപാകെ എങ്ങനെ ആയിരിക്കണമെന്നുള്ളതിന് കാണിച്ചു തരാൻ മാതൃകയായി വന്ന ഞാൻ, പ്രൈസ് ദി ലോർഡ്, ഇതെല്ലാം അനുസരിച്ചെങ്കിൽ അതുപോലെ യേശു കാണിച്ച പോലെ, യേശു അനുസരിച്ച പോലെ, പ്രൈസ് ദി ലോർഡ്. ആ പോലെ എന്ന പ്രയോഗത്തിന് ഭയങ്കര അർത്ഥമാണ്. യേശു അനുസരിച്ചതുപോലെ അല്ല ചെയ്തതെങ്കിൽ, യേശു ചെയ്തതുപോലെയോ യേശു കാണിച്ചു തന്ന മാതൃക പ്രകാരം ഒന്നും അല്ല ചെയ്തതെങ്കിൽ, ഈ വർക്ക് വിത്ത് ഹിം എന്നുള്ളത് അത്ര അർത്ഥപൂർണമാകില്ല വ്യക്തിപരമായ ജീവിതത്തിൽ. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട്? നിർത്തുന്നു രണ്ടാമത്തെ ചിന്ത. ഇനി മൂന്നാമതൊരു വാക്യം തരട്ടെ. അവൻ പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കാൻ കഴിയണം. നമ്മൾ എന്തെങ്കിലും കയറി ചെയ്യുകയല്ല. ആര് ചെയ്ത പോലെ? യേശു ചെയ്യുന്ന പോലെ. പ്രവൃത്തി യേശുവിനെ പോലെ ആയേ പറ്റൂ. നമുക്ക് ആവേശം കയറി എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളതല്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ നിയോഗങ്ങൾ പലയിടത്തുനിന്നും കിട്ടും. ഉപ്പാപ്പനും കൊണ്ട് കൊച്ചപ്പനുണ്ട്, മച്ചാനുണ്ട്, മച്ചമ്പിയുണ്ട്. നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സുഹൃത്ത് ബന്ധങ്ങൾ. അവരൊക്കെ പറയുന്ന പോലെ നമ്മൾ അങ്ങ് ചെയ്യുക. വിൽക്കാൻ പറഞ്ഞു വിറ്റു, വാങ്ങിക്കാൻ പറഞ്ഞു വാങ്ങിച്ചു, അത് ചെയ്യാൻ പറഞ്ഞു അത് ചെയ്തു, ആ പെണ്ണിനെ തന്നെ കെട്ടാൻ പറഞ്ഞു, ആ ചെറുക്കനെ തന്നെ മതിയെന്ന് പറഞ്ഞു, സംഗതി കയറി മുറുക്കി. നമ്മൾ ദൈവഹിതമാണോന്നൊന്നും എന്ത് ചെയ്തില്ല. എന്ത് ചെയ്യുന്നതിനും കർത്താവിനെ അവൻ്റെ പ്രവൃത്തി പോലെ. യോഹന്നാൻ 13:15 വാക്യം. 13:15 മടക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടതിന് ഞാൻ എന്തോ തന്നിരിക്കുന്നു? ഒരു ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹീതമായ 13:15 ഞാൻ പറഞ്ഞത്. 13:15. ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. ഞാൻ ചെയ്തതെല്ലാം നിങ്ങൾക്ക് എന്തിനാ വേണ്ടിയായിരുന്നു? ദൃഷ്ടാന്തമാണ്. ഞാൻ ചെയ്തതുപോലെ എൻ്റെ പ്രാർത്ഥന, എൻ്റെ സൗമ്യത, എൻ്റെ ആരാധന, എല്ലാം 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 എൻ്റെ ശുശ്രൂഷ,
എൻ്റെ ജനവുമായിട്ടുള്ള ഇടപെടൽ കണ്ടില്ലേ? സ്ത്രീകളുമായി ഞാൻ എങ്ങനെയായിരുന്നു, പുരുഷന്മാരുമായി എങ്ങനെയായിരുന്നു, കുഞ്ഞുങ്ങളുമായിട്ട് എങ്ങനെ ഞാൻ എന്തൊക്കെ ചെയ്തോ അതെല്ലാം നിങ്ങൾക്ക് ദൃഷ്ടാന്തമായിരുന്നു. ഈ ദൃഷ്ടാന്തത്തിനപ്പുറം കയറി നമ്മൾ വല്ലതും ചെയ്ത് അബദ്ധത്തിലായാൽ യേശു ഉത്തരവാദിയാകില്ല, യേശു കുറ്റവാളിയുമാകില്ല. അപ്പം ചെയ്തതുപോലെ ചെയ്യണം, എങ്കിൽ മാത്രമേ അവൻ നടന്ന പോലെ എന്ത് ചെയ്യാൻ പറ്റൂ, നടക്കാൻ പറ്റൂ. മൂന്നാമതൊരു കാര്യം കൂടെ പറയട്ടെ. അവൻ ഐക്യമത്യം സൂക്ഷിച്ച പോലെ നാം ഐക്യമത്യപ്പെട്ടേ പറ്റൂ. പിന്നെ നടക്കുന്ന കാര്യം വല്ലതും ആണോ ഈ പറയുന്നവല്ലോ? കേട്ടോണ്ടിരിക്കാൻ ഒരു സുഖമുണ്ട്. ഐക്യത യേശു സൂക്ഷിച്ച പോലെ സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് എങ്ങനെ നടക്കുമെന്ന് ചില മനസ്സുകൾ എന്നോടിങ്ങനെ സംവദിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. പക്ഷെ വചനം അങ്ങനെയാ പറയുക, യേശു ഐക്യത സൂക്ഷിച്ച പോലെ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ. 17:23 വാക്യം. യോഹന്നാൻ 17:23 പറയുന്നു, പിതാവേ, നാം ഒന്നായിരിക്കുന്ന പോലെ ഇവർ നമ്മിൽ ഒന്നാകേണ്ടതിന്, ഇവർ ഐക്യതയിൽ തികഞ്ഞവരാകേണ്ടതിന്. ഗംഭീരമായൊരു വാക്യമാണ്. നാം ഒന്നായിരിക്കുന്നത് പോലെ. കണ്ടോ, നീ എന്നെ അയച്ചിരിക്കുന്നെന്നും നീ എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെയും സ്നേഹിക്കുന്നെന്നും ലോകം അറിവൻ നാം ഒന്നായിരിക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് മൂന്നായിരിക്കുമ്പോൾ തന്നെ ഒന്നാണ്. അപ്പം തന്നെ തമ്മിൽ സംഘട്ടനമില്ല, വിഘടനവാദങ്ങളില്ല, കസേരകളില്ല, മനസ്സിലായി, വിഭാഗികതകളില്ല, വലിപ്പച്ചെറുപ്പത്തിൻ്റെ സമരസന്നാഹങ്ങളില്ല. ദൈവം ഒന്നാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ തന്റെ പ്രവൃത്തി പദത്തിൽ 3 തലങ്ങളിൽ പ്രവർത്തിക്കുന്നു. മനസ്സിലായില്ലേ? ആ 3 തന്നെ ഒന്നായി കാണുന്നു. ഇതാണ് ഐക്യതയുടെ ഉദാത്തവും ഉന്നതവും ഉത്കൃഷ്ടവുമായ തെളിവ്. ഈ ഐക്യതയാ സഭ സൂക്ഷിക്കേണ്ടത്. ഈ ഐക്യതയാ കുടുംബം സൂക്ഷിക്കേണ്ടത്. ഈ ഐക്യതയാണ് ആത്മബന്ധത്തിൽ നമുക്ക് പരസ്പരം ഉണ്ടാകേണ്ടത്. യേശു പറയുന്ന പ്രയോഗം കണ്ടോ, നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവർ ഒന്നായേ പറ്റുകയുള്ളൂ. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, പക്ഷേ അടപടല പിരിഞ്ഞ് അങ്ങുമിങ്ങും പുറംതിരിഞ്ഞു പോവുക, പിന്നെ കണ്ട മിണ്ടാതാകുക, പിന്നെ പാരവയ്ക്കുക, അതൊന്നുമല്ല ക്രൈസ്തവീയത. നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവർ ഒന്നാകണം. എന്നിട്ടൊരു പ്രയോഗം, ഇവർ ഐക്യതയിൽ എന്തോ ആകണം, തികഞ്ഞവരാകണം. ഐക്യമത്യപ്പെടണമെന്നല്ല പറയുക, പിന്നെ ഐക്യതയിൽ എന്തോ ആകണം. അപ്പൊ അങ്ങനെ ചെയ്തെങ്കിലേ യേശുവെ പോലെ നടക്കാൻ പറ്റൂ, യേശുവെ പോലെ ജീവിക്കാൻ പറ്റൂ. എത്ര കാര്യങ്ങളായി ഇപ്പം. പ്രൈസ് ദി ലോർഡ്. 5-ാമതൊരെണ്ണം കൂടെ തരട്ടെ. യേശു സ്നേഹിച്ച പോലെ. സ്തോത്രം പറയാൻ പറ്റുമോ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് പോലെ നിങ്ങളും തമ്മിൽ എന്തോ ചെയ്യണം. അങ്ങനെയൊക്കെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? പരമാർത്ഥമേ പറയാവേ. യേശു സ്നേഹിച്ച പോലാണോ സ്നേഹിക്കുക? യഹൂദനെന്നോ യവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും, ലോകജനത്തെ മുഴുവനും രക്ഷിക്കേണ്ടതിനു വേണ്ടി പരമയാഗമായ യേശു. യഹൂദന് വേണ്ടി മാത്രമായിരുന്നില്ല ആ വീണ്ടെടുപ്പിൻ്റെ പദ്ധതി. ജാതികൾക്ക് വേണ്ടി മാത്രമായിരുന്നില്ല. സമുന്നതരോട് മാത്രമുള്ള പ്രേമമോ ദളിതരോടുള്ള സഹാനുഭൂതി ഒന്നുമായിരുന്നില്ല യേശുവിൻ്റെ. ലോകത്തിലെ സകല മനുഷ്യർക്കും വേണ്ടി. നാം സ്നേഹിക്കുന്നത് അങ്ങനെ വല്ലതുമാണോ? നമ്മുടെ സ്നേഹത്തിനകത്ത് വർഗീയത, നമ്മുടെ സ്നേഹത്തിനകത്ത് നിറകുല വ്യത്യാസങ്ങൾ, സ്ഥലം വരെ നമ്മുടെ സ്നേഹത്തിനകത്ത് കയറി വരുന്നുണ്ട്. മനസ്സിലായല്ലോ? അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഉദാഹരണമൊക്കെ ഒത്തിരി പറയാനുണ്ട്, പക്ഷേ സമയമില്ലാത്ത. എവിടെ സ്ഥലം? അട്ടപ്പാടി. അട്ടപ്പാടിയാണ്. അതിന് അട്ടപ്പാടി പോലെ പ്രകൃതി രമണീയമായ സ്ഥലം വേറെ വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്നാലും അട്ടപ്പാടി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്തുവാ, ഒരു വല്ലായ്മ. പ്രൈസ് ആന്നല്ലേ? ഓക്കെ ആയിക്കോട്ടെ. അപ്പോഴത്തോട് തിരിഞ്ഞപ്പോൾ വേറൊരു പുള്ളിയെ കണ്ടു. എവിടെ സ്ഥലം? ചിങ്ങവനമാണ്. അട്ടപ്പാടിയാണെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ മുഖം ചൊളിച്ച പുള്ളി ചിങ്ങവനമാണെന്ന് കണ്ടപ്പോൾ അങ്ങ് വോൾട്ടേജ് കൂടി പ്രകാശിക്കുകയാണ് ഭയങ്കരമായി. സാറേ, ചിങ്ങവനത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ അല്ലേ? പിന്നെ ചിങ്ങവനത്ത് മൊത്തം ഒക്കനായ. അട്ടപ്പാടി മുഴുവൻ എന്തുവാ? ആദിവാസിയാണ്. ചിങ്ങവനത്ത് മൊത്തം എന്തുവാ? അതാണ് വ്യത്യാസം. അപ്പം സ്ഥലം, കുലം, പിന്നെ വേല, ശമ്പളം, നിറം ആദിയായ ഇതെല്ലാം നോക്കിയാൽ നമ്മൾ സ്നേഹിക്കുക. പക്ഷെ ഈ വാക്യം അതിനെ വെട്ടുകയാണ്. വാക്യം പറയാം, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ എന്തോ ചെയ്തേ പറ്റൂ. അതാ വാക്ക് വിത്ത് ഹിം. യേശുവെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? യേശു നടന്ന പോലെ നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? യേശു സ്നേഹിച്ച പോലെ സ്നേഹിച്ചേ പറ്റൂ. യേശു സ്നേഹിച്ച പോലെ സമൂഹം ഉപേക്ഷിച്ചവനെയും യേശു ചേർത്തുകൊണ്ടു. മോശയുടെ ന്യായപ്രമാണപ്രകാരം ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണം ഗുരോ, ഇവള് വേശ്യാവൃത്തിയിൽ പിടിക്കപ്പെട്ടവളാ. ആ സംഭവമല്ല നമുക്കറിയാം. ഞാനതിനെ വിവരിക്കുന്നില്ല, നേരമില്ലാത്തതുകൊണ്ട്. എറിഞ്ഞോ കുഴപ്പമില്ല, പക്ഷെ നിങ്ങളിൽ പാപമില്ലാത്തവർ വേണം ആദ്യം എന്ത് ചെയ്യാൻ. എറിയാൻ അവരെ വിട്ടിട്ട് യേശു നിലത്ത് എന്തോ ചെയ്തു? എഴുതിക്കൊണ്ടിരുന്നു. എന്തോ എഴുതിയെന്നൊന്നും ചെയ്യാൻ നമ്മൾ പോകേണ്ട കാര്യമല്ല. പലരും അതിന് പല വ്യാഖ്യാനങ്ങളാണ് കൊടുക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. എറിയാൻ വന്നവരുടെ പേര് പോലും എഴുതിയതാണെന്നും
എന്നൊക്കെ ഓരോരുത്തരും പലതും പറയുന്നുണ്ട്. എനിക്കങ്ങനൊന്നും തോന്നുന്നില്ല. യേശുവിൻ്റെ വിരൽ വെറുതെ മണലിൽ ഇങ്ങനെ. പണ്ട് വീട്ടിൽ ഈ ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നപ്പോൾ അതെടുത്ത് വെച്ച് നാത്തൂനോട് സംസാരിക്കും കുറേ നേരം. പാല് അടപ്പ വെച്ചിട്ടായി സംസാരിക്കുക. അത് തിളച്ച് തൂക്കി. എന്നിട്ടൊന്നും ഇതെന്ത് നെയ്യുന്നില്ല, നിർത്തുന്നില്ല. ഒടുവിൽ ഫോൺ വെച്ച് ഈ ഫോൺ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മേശപ്പുറത്ത് കിടന്ന ഒരു പേന എടുത്ത് വെച്ച് ആ മനോരമ പത്രത്തിൽ ഇങ്ങനെ വരച്ചുകൊണ്ടിരുന്നു. അപ്പോൾ സംസാരം എന്തോ ചെയ്യാണ്, പുരോഗമിക്കുകയാണ്. എന്നാൽ വെക്കട്ടെ, അയ്യോ സമയം ഒത്തിരിയായി, വെക്കട്ടെ. സംസാരിച്ചപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല, വെക്കുക. ടക്ക് വെച്ച് കഴിഞ്ഞ് നോക്കിയപ്പം മനോരമ പത്രത്തിലൊരു പടം കണ്ടിട്ടുണ്ടോ? അങ്ങനെ പടം. അതാണ് മോഡേൺ ആർട്ട് എന്ന് പറയുന്നത്. പേര് കൊടുക്കാൻ പറ്റാത്ത പടത്തിനെല്ലാം എന്തോ പറയാം, എന്ന് പറഞ്ഞ പോലെ എറിയാൻ അവരെ വിട്ടിട്ട് യേശു എന്തോ ചെയ്തുകൊണ്ടിരുന്നു, നിലത്ത് വെറുതെ അവൻ്റെ വിരലുകൾ ഓടിക്കൊണ്ടേയിരുന്നു. എന്താ എഴുതിയതൊന്നും അറിയാൻ നമ്മൾ കൂടുതൽ തലപുണ്ണാക്കേണ്ട കാര്യമില്ല. പക്ഷേ അല്പം കൂടെ ശ്രദ്ധിച്ചിട്ടും ഒരനക്കവും ഉണ്ടാകുന്നില്ല. നിലവിളിയോ ബഹളമോ ഒക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടാകാം. ഒരു നിലവിളിയുമില്ല, ചെറിയൊരു എങ്ങലടി മാത്രം കേൾക്കാം. തലയുയർത്ത് നോക്കുമ്പോൾ ആരുമില്ല. യോഹന്നാൻ അതിനെ വളരെ ഗംഭീരമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒടുവിൽ യേശുവും സ്ത്രീയും തനിയെ, യേശുവും സ്ത്രീയെ തനിയെ ശേഷിച്ചു. എൻ്റെ ഒരു കുസൃതി ചോദ്യം, പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്തി? അതൊക്കെ നിങ്ങൾ ഉത്തരം കണ്ടെത്തിയാൽ മതി. എല്ലാവരും പോയ കൂട്ടത്തിൽ പത്രോസിനെ ആരാണ്ട് അന്നേരം വിളിച്ചു, എന്തോ ഞാൻ ദാ വരുന്നതെന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് പോയി. എല്ലാവരും പോയി. ഇപ്പോൾ ആര് മാത്രമേ ഉള്ളൂ? യേശു വന്ന് വിളിച്ചപ്പം മുതലാണ് ഇവരുടെ ജീവിതം ധാർമ്മികമായിട്ട് നന്മയിലേക്കൊക്കെ വന്നത്. അതിന് മുൻപ് എങ്ങനായിരുന്നു എന്നുള്ളത് ഈ പുള്ളിക്കാരിക്ക് അറിയാം. ഇവൾ പത്രോസിനെ കല്ലൊക്കെ എടുത്ത് എറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവൾ ഒരൊറ്റ നോട്ടം നോക്കിയാൽ കല്ലിൻ്റെ ഉന്നം പിഴച്ചു പോകും. അതാ പരുവം. ജീവിതം അങ്ങനായിരുന്നേ. യേശുവിൻ്റെ കൂടെ കൂടിയപ്പോഴാണ് ഇതൊക്കെ നേരെയായത്. എല്ലാവരും പോയ കൂട്ടത്തിൽ ആരും പോയി അല്ലെ, പിന്നെ അങ്ങനെ റിപ്പോർട്ട് വരത്തില്ല. ഒടുവിൽ സ്ത്രീയും യേശുവും തനിയെ ശേഷിച്ചു. യേശു എഴുന്നേറ്റ് അവളോട് ചോദ്യം ചോദിക്കുന്നുണ്ട്, സ്ത്രീ ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലയോ? ഇല്ല ഗുരു. സ്ത്രീ എന്നൊക്കെയുള്ള ആ വിളിക്കകത്ത് യഥാർത്ഥത്തിൽ മലയാളത്തിലെ സ്ത്രീ എന്നുള്ള പ്രയോഗമല്ല. അവളെ ബഹുമാനത്തോടെ ആദരവോടെ കർത്താവ് വിളിക്കും. ഞാനൊരു വിശേഷ ചിന്ത പറയാൻ വേണ്ടി ആണ് ആ കാര്യം പറയുന്നത്. യേശുവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ എന്ത് ചെയ്തു? യേശുവെന്ന് പറയുന്ന ആളത്വത്തിൽ ആകപ്പാടെ നിറഞ്ഞു നിന്നിരുന്ന ഒത്തിരി ദൈവദത്ത ഗുണങ്ങളിൽ പ്രധാനമായ 2 വചനം പറയുന്നുണ്ട്, കൃപയും സത്യവും. ആ കൃപയാണ് വേശ്യാസ്ത്രീയെ മകളെ എന്ന് വിളിച്ചത്. ആരും ശിക്ഷ വിധിച്ചില്ലയോ? കൃപ പറയുകയാ, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. അതാ കൃപയുടെ ഓപ്പറേഷൻ. കൃപയാണ് കാര്യം പറയുന്നത്, ഞാൻ നിനക്ക് ശിക്ഷ. അടുത്ത കൃപയുടെ മറ്റൊരു ശബ്ദം, സമാധാനത്തോടെ പോവുക. എന്തു പറയണമെന്നറിയാൻ വയ്യാതെ നിറഞ്ഞ കണ്ണുകളോടെ അവൾ ചുവട് വെച്ച് നടന്നു പോകാൻ തുടങ്ങുമ്പോൾ കൃപ മാത്രമല്ല യേശുവിന്, സത്യം പ്രതിധ്വനിക്കപ്പെടുന്നു. ആ സത്യത്തിൻ്റെ ശബ്ദം കേട്ടോ നിങ്ങൾ, ഇനി മേലാൽ പാപം ചെയ്യരുത്, സമാധാനത്തോടെ പോക എന്നുള്ളത് കൃപയുടെ ഓപ്പറേഷൻ ആണെങ്കിൽ, ഇനി പാപം ചെയ്യരുതെന്ന കനത്ത ശബ്ദം സത്യത്തിൻ്റെ ഓപ്പറേഷനാണ്. ഇതാണ് യേശു. എത്ര പേർക്ക് മനസ്സിലായി? സുവിശേഷം കൃപയുടേത് മാത്രമല്ല, സത്യവും കൂടെ അതിനകത്തുണ്ട്. കരുണയുടേതാ, വിനയത്തിൻ്റെതാ, സ്നേഹത്തിൻ്റെതാ, ദയയുടേതാണ് എന്ന് മാത്രം ചിന്തിച്ച് ആ ഒരു തിയോളജിയുടെ ട്രാക്കിൽ മാത്രം പോകരുത്. സത്യത്തിൻ്റെ ഘനഗംഭീര ശബ്ദം ഇതിനകത്തുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? യേശു അവളെ അങ്ങനെ സ്നേഹിച്ച്. യേശു സ്നേഹിച്ചത് കൃപയിൽ മാത്രമല്ല, സത്യത്തിലും കൂടിയായിരുന്നു. അപ്പം ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് പോലെ ഒരു വ്യക്തിയെ കർത്താവെങ്കിലേക്ക് നേടിക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ നേടുന്ന കൂട്ടത്തിൽ അവന് കൃപ മാത്രം കൊടുത്താൽ പോരാ, പിന്നെന്തോ കൊടുക്കണം? സത്യത്തിൻ്റെ ഉപദേശം കൊടുത്തേ പറ്റുകയുള്ളൂ. ഉപദേശം അറിഞ്ഞിട്ട് അതുവഴി ഇതുവഴി പോകരുത്. ഉപദേശത്തിൻ്റെ തനിമയിൽ നിൽക്കാൻ കഴിയണം. ഓക്കെ, അപ്പം ഞാൻ സ്നേഹിച്ചതുപോലെ എന്ത് ചെയ്യണമെന്നാ? സ്നേഹിക്കണം. അടുത്തൊന്ന് പറയട്ടെ, നമുക്കാർക്കും ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയം. പക്ഷേ വചനം പറയുമ്പോൾ എല്ലാം പറഞ്ഞു പറ്റൂ. ക്ഷമിച്ചതുപോലെ ക്ഷമിക്കും. യേശുവെ പോലെ ആകണമെങ്കിൽ അടുത്ത നടപടി ഇതാണ്, യേശു ക്ഷമിച്ച പോലെ. ആർക്ക് പറ്റും? അങ്ങനെ വാക്യം കണ്ടിട്ടുണ്ടോ എവിടെങ്കിലും? കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിപ്പീൻ. വാക്യം കണ്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് പിന്നെ മറുപടി പറഞ്ഞാൽ മതി. അങ്ങനെ ക്ഷമിക്കാൻ പറ്റിയിട്ടുണ്ടോ ഇതുവരെ? മക്കളോട്, മാതാപിതാക്കളോട്, ചേട്ടനോട്, അനിയനോട്, നാത്തൂനോട്, അളിയനോട്, വേണ്ടപ്പെട്ടവരോട്, സഹവിശ്വാസിയോട്, പാസ്റ്ററോട്, വിശ്വാസിയോടൊക്കെ ക്ഷമിക്കാൻ പറ്റിയിട്ടുണ്ടോ? ക്ഷമിച്ചെന്നൊക്കെ ചുമ്മാ ഏതാണ്ട് പറഞ്ഞിട്ട് പോയതല്ലാതെ ഇന്നും ആ സംഭവം മറക്കാതെ ഉള്ളിൻ്റെ ഉള്ളിൽ കരുതിയിട്ടുണ്ട്. കൊലോസ്യർ 3:13 വാക്യം മറക്കരുത്. കൊലോസ്യ ലേഖനം 3 അധ്യായത്തിൻ്റെ 13 വാക്യം. കർത്താവ്
ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും എന്തോ ചെയ്യണം? ക്ഷമിക്കണം. കർത്താവ് ക്ഷമിച്ചതുപോലെ. കൊലോസ്യർ 3:13 കണ്ടോ വാക്യം? ഒരുവൻ അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. അടുത്ത അവസാന പ്രയോഗം, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ. അപ്പൊ യേശുവെ പോലെ ആകണമെങ്കിൽ യേശു ക്ഷമിച്ച പോലെ എന്തോ ചെയ്തേ പറ്റൂ? ക്ഷമിച്ച പോലെ പറ്റൂ. വൈരാഗ്യം ഉള്ളിൽ അങ്ങ് നിറഞ്ഞു നിൽക്കരുത്. വാശിയും പകയും പിണക്കങ്ങളും. ചത്താലും മാറത്തില്ലെന്ന്, ചത്താലും ഞാൻ മിണ്ടത്തില്ലെന്ന്. നമ്മുടെ നാടൻ രീതിയുണ്ട്, കേരളത്തിൽ കണ്ടിട്ടുണ്ടോ? മുട്ട കൊണ്ട് മുടക്കി കൊണ്ട് കപ്പത്തടി എടുത്ത് ഓടിച്ച് ഒരെണ്ണം വടക്കോട്ട് ഒരെണ്ണം തെക്കോട്ട് മറിഞ്ഞിട്ട് ഈ മുറി തമ്മിൽ കൂടുന്ന കാലത്ത് അളിയാ മിണ്ടാം. മനസ്സിലായി? 2 മുറി എന്തോ ചെയ്യണമെന്നാ. എന്നിട്ട് ഈ പുള്ളി വന്നിരുന്ന് ആരാധിക്കുന്ന പിടിച്ചാൽ 16 പേര് വേണം. മുൻനിരയിലിരിക്കുന്ന വ്യക്തിയുമായി ഒരു ഇടപാടുമില്ല. അവിടെ വരുമ്പോഴേ ഇങ്ങനെ നോക്കും, ഇന്നാരൊക്കെ എവിടെ ഇരിക്കുന്നതെന്ന്. ആ ഇരിപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് സൗകര്യമായൊരു സ്ഥലം എന്ത് ചെയ്യുകയാണ്? കണ്ടെത്തുക. കർത്തൃമേശയൊക്കെ ഉള്ള അടുത്തുനിന്ന് വിശുദ്ധ യുമ്പനം എന്നൊക്കെ പറഞ്ഞ ആസ്ട്രേലിയ ഉണ്ടോ? അതൊക്കെ ഉണ്ടല്ലേ? പ്രൈസല്ലോ. ഇന്ന് വിശുദ്ധ യുമ്പനം ഉള്ള ദിവസം. അതുകൊണ്ട് അതിനനുസരിച്ച് ഇപ്പോൾ പാസ്റ്റർമാരും അതിനുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വിശ്വാസികളുടെ ആ മാനസികാവസ്ഥ അവർക്ക് മനസ്സിലായിട്ട് എല്ലാവർക്കും ഒന്നും വിശുദ്ധ യുമ്പനം കൊടുക്കാനുള്ള നേരം ഇല്ലാത്തതുകൊണ്ട് അടുത്തിരിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്താൽ മതി എന്നാൽ കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഇടപാടായതുകൊണ്ട് അവിടുന്ന് വരുമ്പോഴേ ഈ വിശുദ്ധ യുമ്പനം കൊടുക്കാൻ മനസ്സില്ലാത്തവരുടെ അടുക്കലൊന്നും എന്തോ ചെയ്യത്തില്ല, കയറിയിരിക്കത്തില്ല. അത് അഡ്ജസ്റ്റ് ചെയ്തേ നമ്മൾ ഇരിക്കുകയുള്ളൂ. ഓക്കെ, പ്രൈസ് ദ ലോർഡ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. എന്താണെന്നറിയാമോ? ക്ഷമിക്കാൻ മനസ്സില്ലെങ്കിൽ വാക്ക് വിത്ത് ഹിം എന്നത് അർത്ഥപൂർണമാകില്ല. നമ്മളോട് ചെയ്ത ദ്രോഹം ഭയങ്കരമാണ്, നമുക്ക് വരുത്തിയ നഷ്ടം ഭയങ്കരമാണ്, നമ്മളോട് ചെയ്ത ആക്ഷേപം ഭയങ്കരമാണ്. മനസാവാച കർമ്മണ അറിയാതെയുള്ളതാണ് നമ്മളെക്കുറിച്ച് പറഞ്ഞ് പരത്തിക്കളഞ്ഞത്. പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ. പക്ഷേ ഫോർ ദ സേക്ക് ഓഫ് ക്രൈസ്റ്റ് ഞാൻ ക്ഷമിക്കുന്നു. ഇത് പറയാൻ കഴിയുന്നവന് വാക്ക് വിത്ത് ഹിം, അവനോട് കൂടെ നടക്കുക. സംഘാടകൻ എനിക്ക് തന്ന പ്രമേയത്തിൽ ഞാൻ മാറാതെയായി പറയുക, യേശുവിനോട് കൂടെ നടക്കണമോ? യേശുവെ പോലെ നടക്കണമോ? യേശു ക്ഷമിച്ച പോലെ എന്തോ ചെയ്യണം? ക്ഷമിച്ചേ പറ്റൂ. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? പ്രൈസ് ദ ലോർഡ്. വചനം മറക്കല്ലേ. ഇത് ഏറ്റെടുത്തുകൊണ്ട് ഇപ്പൊ കൈ ഉയർത്താൻ ഒന്നും പറഞ്ഞ് ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. പക്ഷെ വചനമാ, ഇത് ക്രിയ ചെയ്യണമാകത്ത്. ഒരുപക്ഷെ ഞാൻ തിരിച്ചു പോയി കഴിയുമ്പോഴായിരിക്കാം, ഇപ്പോൾ ഉടനെ ഒരു 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 റിസൾട്ട് ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. വചനം അത് ജീവിപ്പിക്കുന്ന വചനമാണ്. യേശുവെ പോലെ ആകണമെന്ന് താങ്കൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സകലവിധമായിരിക്കുന്ന വൈരുദ്ധ്യതകളെയും വിഭാഗീയ മനോഭാവങ്ങളെയും വിമർശനങ്ങളെയും വിരോധങ്ങളെയും വിട്ടുകളഞ്ഞ് യേശു ക്ഷമിച്ച പോലെ ക്ഷമിക്കണം. സ്വതന്ത്രം പറഞ്ഞാൽ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. അങ്ങനെ ക്ഷമിക്കാൻ കഴിയാത്തതിന്റെ പ്രതിസന്ധിയാണ് നമ്മുടെ ആത്മീയ തലത്തിലും കുടുംബ തലങ്ങളിലും ഒക്കെ കാണുക. തമ്മിൽ പിരിഞ്ഞകന്നു പോകുന്ന ഭാര്യ ഭർത്തൃബന്ധം ക്ഷമിക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ? വഹിക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ? വഹിക്കാനും ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനും താങ്ങാനും കരുതാനും കഴിയാതെ വരുമ്പോഴാ നമ്മൾ അകലേണ്ടി വരുന്നത്. മനസ്സിലായോ? സൗകര്യമാ അപ്പനും അമ്മയ്ക്കും അകന്നു പോകാൻ. കൊടുക്കുന്നതായിരിക്കുന്ന ഒരു പേപ്പറിനകത്ത് 2 അറ്റത്തും ഒപ്പിട്ടിട്ട് അവർ രണ്ടും 2 വഴിക്ക് പിരിയുമ്പോൾ ആരുടെ പോകണമെന്നറിയാതെ ദിശാബോധമില്ലാതെ പതർന്നിക്കുന്നു കുരുന്നു ബാല്യങ്ങൾ. അവരുടെ ജീവിതം അധോഗതിയിലേക്ക് വരിക. പിരിയുന്നവർക്ക് വേറൊരുത്തനെ കിട്ടും, പിരിയുന്നവന് വേറൊരുത്തിയെ കിട്ടും. ഈ തലമുറയുടെ അവസ്ഥ അധോഗതിയിലേക്ക് വരികയാണ്. സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രം. യേശു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ കഴിയാത്തത് കൊണ്ട്. മനസ്സിലായില്ലേ? ഓക്കെ, ഒരെണ്ണം കൂടെ പറയുമ്പം ആ ആശയത്തിന് നമുക്ക് മാറാം. യേശുവെ പോലെ ആകണോ നിങ്ങൾക്ക്? ഒരു കാര്യം കൂടെ, വെളിപ്പാട് പുസ്തകം 3:21 നോക്കിക്കേ. അവൻ ജയിച്ചതുപോലെ ജയിക്കണം. എത്രാമത്തേതായി അത്? 7ാമത്തേത്. 7 ഒരു നല്ല സംഖ്യ, അത്രയും മതി. 3:21 നോക്കിക്കേ. വെളിപ്പാട് 3:21. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. അടുത്തത്, ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. അപ്പൊ എങ്ങനെങ്കിലും ജയിച്ചാ പോരാ, പിന്നെ എങ്ങനെ ജയിക്കണം? യേശു ജയിച്ച പോലെ ജയിക്കണം. യേശു ജയിച്ച പോലെ. ഗംഭീരമായ ഒരു വാക്യമാണ്. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ ഇരിപ്പാൻ വരം നൽകും. എല്ലാവർക്കും അല്ല. പിന്നെ ആർക്ക്? ജയിച്ചവൻ. ശുശ്രൂഷകനായിരുന്നോ, കമ്മിറ്റിയിലായിരുന്നോ, സാധാ വിശ്വാസിയായിരുന്നോ, വിദേശത്തായിരുന്നോ, സ്വദേശത്തായിരുന്നോ, അതൊന്നുമല്ല വിഷയം. സിംഹാസനത്തിൽ കർത്താവിനോടുകൂടി ഇരിക്കണമെങ്കിൽ ജയിച്ചവനെ പറ്റൂ. ഹൂം ഷാൽ ഓവർകം. ജയിക്കുന്നവന് 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 7 പ്രാവശ്യം പറയുന്നുണ്ട് വെളിപ്പാട് പുസ്തകം 1, 2, 3 അധ്യായങ്ങളിൽ. ജയിക്കുന്നവന് മാത്രമേ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകൂ. അപ്പം എങ്ങനെയെങ്കിലും ജയിക്കാൻ വേണ്ടി പരിശ്രമിച്ച കാര്യം നടക്കില്ല. യേശു ജയിച്ച പോലെ ജയിക്കണം.
കഷ്ടിച്ച് ജയിച്ചാൽ പറ്റത്തില്ല. പണ്ട് നമ്മുടെ കേരളത്തിലൊരു ഇടപാടുണ്ടായിരുന്നു, 210 മാർക്ക് വാങ്ങിച്ച് ജയിക്കുക എന്നുള്ളത്. ഓർക്കുന്നുണ്ടോ SLCക്ക്? ഓർക്കുന്നുണ്ടോന്നല്ല, ബുക്കാരെയും കാണിച്ചിട്ടില്ലല്ലോ, വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഇരിക്കട്ടെ. എന്നിട്ട് പിള്ളേർക്ക് 2 മാർക്ക് കുറഞ്ഞോ എന്നോ ബഹളമെന്നറിയാമോ? 48 മാർക്ക് മാത്സിന് 48 മാർക്ക് വാങ്ങിച്ച കൊച്ചിനോട് ബാക്കി 2 എന്ത് ചെയ്യുന്നു? 42 മാർക്ക് വാങ്ങിച്ച കൊച്ചിനോട് ബാക്കി 8 എന്ത് ചെയ്യുന്നു? വാരിയിട്ട് തല്ലുക കൊച്ചിനെ. അടിയും കൊണ്ട് അപ്പൻ്റെ അടുക്ക് ഓടിച്ചെന്നു, എൻ്റെ പപ്പ ഞാനാ ക്ലാസ്സിൽ ഫസ്റ്റ്, എനിക്ക് 8 മാർക്ക് കുറവായതിന് മമ്മി തല്ലുക, എന്നെ ഇടപാടാ പപ്പ. പപ്പ ആശ്വസിപ്പിച്ച്, സാരമില്ല, മമ്മിയുടെ മോക്ക് മൊത്തം മാർക്ക് കിട്ടണമെന്ന് മമ്മിയുടെ ആഗ്രഹമല്ലേ മക്കളെ, മമ്മിയല്ലേ തല്ലേ, വേറെ ആരും അല്ലല്ലോ, പോട്ടെ 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 പോട്ടെ. അപ്പനെ ആശ്വസിപ്പിച്ച് അങ്ങ് സമാധാനം. എന്നിട്ട് തിരിഞ്ഞു നടന്നപ്പോൾ കുഞ്ഞിൻ്റെ മടങ്ങി വന്നൊരു ചോദ്യം, അല്ല പപ്പ മമ്മിക്ക് 8 മാർക്കിന് ഇത്ര വലിയ താല്പര്യം എന്തുവാന്ന്? 8 മാർക്കല്ലേ പോയുള്ളൂ, അതിന് ഇത്ര വലിയ താല്പര്യം? അപ്പൻ ആ മർമ്മം തെളിയിച്ചു കൊടുത്ത മക്കളെ, അറിയാമോ എന്തുവാന്ന്? മമ്മിക്ക് മാത്സിന് ആകെ കിട്ടിയ മാർക്ക് 8, അതെന്ത് ചെയ്യുന്നായി ചോദ്യം. മനസ്സിലായില്ലേ? SLCക്ക് 210 പണ്ടുണ്ടായിരുന്നെങ്കിൽ ജയിച്ചേനെ. പക്ഷേ സിംഹാസനത്തിൽ ഇരിക്കണമെങ്കിൽ അങ്ങനെ കഷ്ടിച്ച് ജയിച്ചാൽ പോരാ. പിന്നെ എത്ര കിട്ടണം? യേശു ജയിച്ച പോലെ. ആ വാക്യത്തിലും പോലെയുണ്ട്, അറിയാമോ? ലോകം, ജഡം, പിശാച്, ത്രിവിധ ശക്തികളുടെ ശക്തമായ ആക്രമണത്തിന് മുമ്പിൽ പതറാതെ നിന്നൊരു പുരുഷ കേസരി, പാപമൊഴികെ സകലതിലും പരീക്ഷിക്കപ്പെട്ടവൻ. എന്നിട്ടും അവൻ പാപം ചെയ്തില്ല. പാപത്തിലും പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടാകാം, എന്നിട്ടും യേശു എന്തോ ചെയ്തില്ല? പാപം ചെയ്തില്ല. അത്തരത്തിൽ 33.5 വർഷം, ആദ്യത്തെ ഒരു കുറെ വർഷം കളഞ്ഞേരെ. 12 വയസ്സിലല്ലേ നമ്മൾ ആലയത്തിൽ കാണുക, പിന്നെ 30ാമത്തെ വയസ്സിലല്ലേ. ആ 12 മുതൽ പിന്നീടുള്ള 18 കൊല്ലം, അതിനുശേഷമുള്ള 3.5 കൊല്ലമൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ. യുവത്വത്തിൻ്റെ രക്തം പതഞ്ഞ ഞരമ്പുകളിലൂടെ ഒഴുകുന്ന കാലഘട്ടത്തിലും ഒരു ദോഷവും ചെയ്യാത്തവൻ, അങ്ങനെ സകലതിനെയും ജയിച്ചവൻ, അവനോടുകൂടെ നടക്കണമെങ്കിൽ അതുപോലെ ജയിച്ചേ പറ്റൂ. രാത്രികളിലെ ചില പോരാട്ടങ്ങൾ, പകലുകളിലെ ചില പോരാട്ടങ്ങൾ, കാന്തി ആകർഷണങ്ങൾ നമ്മുടെ ജഡത്തോട്, നമ്മുടെ ആത്മാവിനോട്, നമ്മുടെ അന്തരംഗത്തോട്, മനസ്സിനോട്, മനസാക്ഷിയോട്, നമ്മുടെ ഇന്ദ്രിയ വ്യവസ്ഥിതികളിലേക്ക് പാപരാഗങ്ങളെ സന്നിവേശിപ്പിച്ച് നമ്മെ അധമമാക്കാൻ ശ്രമിക്കുന്ന, ഈ ലോകത്തിന് ദൈവമായി പിശാചിനെ പോലെയാക്കാൻ ശ്രമിക്കുന്ന സകലവിധമായിരിക്കുന്ന വൈരുദ്ധ്യതകളോട് തൻ്റെ ഇടത്തോടെ നിന്ന് നോ എന്ന് പറയാൻ കഴിയുന്ന ഒരു ആർജവത്വം ഉണ്ടാകണം. പാപത്തിന്റെ ശക്തികളോട് നോ പറയാൻ ആർക്ക് കരുത്തുണ്ടോ അവന് മാത്രമേ സിംഹാസനത്തിൽ ഇരിക്കാൻ പറ്റൂ. അത് ആഗ്രഹിക്കുന്നവരെ കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ച്, യേശുവിനോടുകൂടെ സിംഹാസനത്തിൽ ഇരിക്കണമെങ്കിൽ ജയിച്ചവർക്ക് മാത്രമേ പറ്റൂ. ആ ജയം എനിക്ക് വേണം. അതാകട്ടെ നമ്മുടെ ക്രൈസ്തവീകതയുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ബോധ്യമായവർ എത്ര പേരുണ്ട്? യേശുവെ പോലെ ആകണമെങ്കിൽ, യേശുവിനോടൊപ്പം നടക്കുക എന്ന മഹത്തായിരിക്കുന്ന ആ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ ഈ 7 അടിസ്ഥാന വസ്തുതകളെ അറിയാതെ പോകുക. എന്നെ അങ്ങ് ദൂരെ ശ്രദ്ധിക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, ജീവിതത്തിൻ്റെ ഉപജീവനത്തിൻ്റെ വഴി തേടി, വിദ്യാഭ്യാസത്തിൻ്റെ സമുന്നത തലം തേടി താങ്കൾ വീട് വിട്ട് നാട് വിട്ട് അങ്ങ് ദൂരെയാകാം. പ്രൈസ് ദി ലോർഡ്. അവിടെയും ഈ 7 കാര്യങ്ങളെ ഹൃദിസ്ഥമാക്കാൻ, പ്രായോഗികമാക്കാൻ കഴിഞ്ഞാൽ ഉറപ്പ് ഞാൻ തരാം, യേശുവിനോട് കൂടെ നടക്കാൻ, യേശുവിൽ ആകാൻ, യേശുവെ പോലെ ആകാൻ നമുക്ക് കഴിയും. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് അക്കാര്യം? പാപത്തോട് നോ പറയാൻ കഴിയുന്ന ആ അനുഗ്രഹീതമായ അനുഭവം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ സന്ദേശത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരിക. അടുത്ത എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് യേശുവിൻ്റെ കൂടെ നടക്കുന്നവൻ്റെ ഭാവി എന്താ അതറിയണം. അവനോട് കൂടെ നടന്നാൽ, വാക്കിംഗ് വിത്ത് ഹിം എന്ന് പറഞ്ഞാൽ എത്ര കാലം അങ്ങനെ നടന്ന് ഒടുവിൽ എവിടെ എത്തും എന്ന് നാം അറിയണം. മനസ്സിലായില്ലേ? 2 വാക്യങ്ങളെ ഞാൻ നൽകി തന്നുകൊണ്ട് അതിൻ്റെ ചിന്തകളെ വിശദീകരിക്കുമ്പോൾ ഈ പ്രമേയത്തിന് ഏതാണ്ട് പര്യവസാനം കുറിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. യേശുവിനോടൊപ്പം നടക്കുന്നവൻ്റെ ഭാവി, യേശുവിനോടൊപ്പം നടന്നാൽ എന്താകും, അനന്തര ഫലം എന്താകും എന്ന് നാം അറിയണം. വാക്യം ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 24-ാമത് വാക്യം. ഉൽപ്പത്തി 5:24. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അതേ ആശയത്തെ വീണ്ടും ലേഖനകർത്താവ് നമുക്ക് നൽകിത്തരുന്നുണ്ട്. അപ്പോൾ അത് പഴയ നിയമത്തിലൊരു വാക്യം മാത്രമല്ല, പുതിയ നിയമത്തിൽ അതിന് ആശയ ഗാംഭീര്യത നൽകിക്കൊണ്ട് എബ്രായ ലേഖനകർത്താവ് നൽകിത്തരുന്നു. ആൻറ്റി വായിച്ചേ 11-ാം അധ്യായം, എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 5-ാമത് വാക്യം.
വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ദൈവം അവനെ എടുത്തുകൊണ്ടു. ആ പ്രയോഗമാണ് എനിക്കിഷ്ടം. ഉൽപ്പത്തി 5:24 വാക്യത്തിൽ ദൈവം അവനെ എടുത്തുകൊണ്ടു. അതേ പ്രയോഗം തന്നെ മോശ ലിഖിതമാക്കി വെച്ച ആ പ്രയോഗം തന്നെ എബ്രായ ലേഖന കർത്താവ് ഇവിടെ എടുത്തു പറയുന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഞാൻ അധികം വിശകലനമില്ലാതെ പറയാം, കർത്താവിനോടുകൂടെ നടന്നാൽ ഭാവി അവൻ എടുത്തോളും നിന്നെ. എത്ര പേർക്ക് സന്തോഷമുണ്ട് അതിൽ? കർത്താവിനോടുകൂടെ നടക്കുന്നവനെ മതി കർത്താവിന്. മനസ്സിലായോ? കർത്താവിനെ വിട്ട് അതുവഴി ഇതുവഴി പോയവനെ ഒന്നും കൊണ്ടുപോകാനല്ല കർത്താവ് വരുന്നത്. കർത്താവിനോട് കൂടെ നടക്കുന്നവനെ കർത്താവ് എടുത്തോളും. 2 രക്ഷപ്പെടൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ ഉപദേശത്തിൻ്റെ ഒരു ഭാഗം പറയുക, ശ്രദ്ധിച്ചോളും. ഏറെ വിവാദങ്ങളും വിമർശനങ്ങളും ചർച്ചകളും സംവാദങ്ങളും ഒക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വിവിധ വിഷയങ്ങളെക്കുറിച്ച്. എൻ്റെ നിരീക്ഷണം, ഞാൻ ഈ വിവാദങ്ങൾക്കോ ഒന്നും പോകുന്നയാളല്ല. എനിക്ക് ലഭിക്കപ്പെട്ട കർത്താവ് തന്ന കാഴ്ചപ്പാടിനനുസരിച്ച് പ്രസംഗിച്ചു പോകുന്നൊരു സാധാ ഉപദേശിയാണ് ഞാൻ. പ്രൈസല്ലോ. ആരും എന്നെ വിവാദങ്ങൾക്കൊന്നും വിളിച്ചു കളയരുത് ദയവ് ചെയ്ത്. എനിക്കതൊന്നും അത്ര താല്പര്യമുള്ള കൂട്ടത്തിലല്ല. എനിക്ക് ലഭിക്കപ്പെട്ട ചില ആത്മീയ കാഴ്ചപ്പാടുകൾ മാത്രം ശക്തിയുക്തം പ്രസംഗിക്കുന്ന ഒരു ഉപദേശിയാണ് ഞാൻ. ഓക്കെ. പക്ഷേ ഒരു ആത്മീയ ചിന്ത ഞാൻ പറയാം. 2 രക്ഷപ്പെടലുകളുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ. ഒന്ന്, നോഹ എടുത്തുകൊള്ളപ്പെടുന്നു. മനസ്സിലാകുന്നുണ്ടോ? പ്രളയത്തിന് മുൻപേ ഒരു കേടുമില്ലാതെ നോഹ എടുത്തുകൊള്ളപ്പെടുന്നു. വരാനിരിക്കുന്ന ഭൂതലം മുഴുവനും വിഴുങ്ങിക്കളയത്തക്ക നിലയിൽ ആഴിയുടെ ഉറവകൾ തുറന്നു, ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നു. മുകളിൽ നിന്ന് ജലധാര താഴേക്ക്, അടിയിൽ നിന്ന് ജലധാര മുകളിലേക്ക്, രണ്ടും കൂടെ സംഗമിച്ചപ്പോൾ പർവ്വതങ്ങളുടെ മീതെ 15 മുഴം ഉയരത്തിലേക്ക് വെള്ളം നിറഞ്ഞു. ആ പ്രളയം വന്ന് ജനത്തെ മുഴുവനും, വചനം ഇങ്ങനെയാണ് പറയുന്നത്, ഭൂജല ജഡമൊക്കെയും എന്ത് ചെയ്തു പോയി? ചത്തുപോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ ഭയാനകമായിരിക്കുന്ന ന്യായവിധിയിൽ നിന്ന് അതിനു മുൻപേ ആര് രക്ഷപ്പെടുകയാണ്? ഹാനോക്ക് എടുത്തുകൊള്ളപ്പെടുകയാണ്. ഹാനോക്ക് എടുത്തുകൊള്ളപ്പെടുക പ്രളയത്തിന് മുൻപേ. പക്ഷേ ആ ഭയാനകമായിരിക്കുന്ന പ്രളയത്തിലൂടെ രക്ഷപ്പെടുന്നുണ്ട് ആര്? നോഹയും കുടുംബവും. 2 പ്രിയ സാറൊക്കെ അതിനെ ഊന്നി പഠിപ്പിക്കുന്ന ദൈവദാസന്മാരാണ്. ഞങ്ങളുടെ അധ്യാപക ശ്രേഷ്ഠന്മാരെന്ന് ഞങ്ങൾ കരുതുന്നവരാ. അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ട് പറയാം, പ്രളയത്തിന് മുൻപ് ഹാനോക്ക് എടുത്തുകൊള്ളപ്പെടുന്നു. പ്രളയത്തിനകത്തുകൂടെ ആര് രക്ഷപ്പെടുന്നു? നോഹ രക്ഷപ്പെടുന്നു. ഇത് 2 രക്ഷപ്പെടലുകളുടെ അനുഗ്രഹീതമായിരിക്കുന്ന മുൻനിർണയം, അതിൻ്റെ അനുഗ്രഹീതമായ സദൃശ്യമാണെന്നറിയണം. നോക്കിപ്പാർത്തിരിക്കുന്ന കറചുളുക്കം വാട്ടം മാലിന്യമൊന്നുമില്ലാതെ അരുമനാഥൻ്റെ മടങ്ങിവരവിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന ദൈവസഭ എന്ന എക്ലീഷ്യ കന്യകയെ ഇനി ഒരു മഹോപദ്രവത്തിലൂടെ കടത്തിക്കൊണ്ടുപോകാൻ കർത്താവിന് താല്പര്യമില്ല. അതിനു മുമ്പേ എടുത്തുകൊള്ളും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അതിനു മുമ്പേ എടുത്തുകൊള്ളും. എതിർക്രിസ്തുവിന്റെ കിരാത വാഴ്ചയ്ക്ക് അവളെ എറിഞ്ഞുകൊടുത്തിട്ട് അവനെ വല്ലാതെ അവനാൽ അവൾ പീഡിപ്പിക്കപ്പെടുകയോ ഒക്കെ ചെയ്തിട്ട് യേശുവിന് വേണ്ടി കരുത്തോടെ പിന്നെ നിൽക്കുന്നത് കണ്ടിട്ട് കൊണ്ടുപോകാനല്ല കർത്താവിന് ആഗ്രഹം. കർത്താവ് തൻ്റെ പ്രാണപ്രയസി അതിന് മുൻപ് എടുത്തുകൊള്ളും. എത്ര പേർക്ക് ഉറപ്പുണ്ട് ആ കാര്യത്തിൽ? പക്ഷേ അവനെ ക്രൂശിച്ച തന്റെ ജനമായ യഹൂദൻ അവൻ കൈവിട്ട് കളഞ്ഞു യേശുവിനെ. ആ യഹൂദന് വേണ്ടി ദൈവം മഹോദരം എന്ന് പറയുന്ന ഒരു പരിപാടി ഒരുക്കുന്നുണ്ട്. അതിനകത്ത് ചിലർക്ക്, എല്ലാവർക്കുമല്ല, ചിലർക്ക് അതിനകത്തുകൂടെ രക്ഷയുണ്ട്. അത് സഭയുടെ രക്ഷയല്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത്? യുഗാന്തി വിജ്ഞാനീയത്തിലെ ഗംഭീരമായിരിക്കുന്നൊരു വചന പഠനമാണത്. നിങ്ങളുടെ സമയത്തിനും നിങ്ങളുടെ താല്പര്യത്തിനും ആ വിഷയം പഠിക്കാനായിട്ട് ഞാൻ ശുപാർശ ചെയ്യുകയാണ്. പ്രൈസലോ. ഇവിടെ ഹാനോക്ക് എടുത്തുകൊള്ളപ്പെടുന്നു പ്രളയത്തിന് മുൻപ്. അറിയാമോ? പ്രളയത്തിന് മുമ്പ് എടുത്തുകൊള്ളപ്പെടുന്ന ഹാനോക്ക് യഥാർത്ഥത്തിൽ കർത്താവിനോട് കൂടെ നടന്നതിൻ്റെ അനന്തരഫലമാണ്. ഇത് നമുക്ക് തരുന്നൊരു വലിയ സന്ദേശമുണ്ട്. എന്താണെന്നറിയാമോ? ഈ ദുഷ്ടലോകം, ഗലാത്യർ 1:3, ഞാൻ ഈ ദുഷ്ടലോകം എന്ന് പറഞ്ഞ അല്ലാതെ ഉപദേശിമാരുടെ ഭാഷയല്ലത്. ഗലാത്യ ലേഖനം 1:3 പറയുന്നു ഈ ദുഷ്ടലോകം. അപ്പൊ സഭ ഇപ്പൊ എവിടെയാണ്? ദുഷ്ടലോകത്തില. ഗലാത്യർ 1:3 വായിപ്പിക്കുന്നില്ല. എഫേസ്യർ 5:16 ഈ ദുഷ്കാലം. കണ്ടോ? സഭ ഇപ്പൊ എവിടെയാ? ദുഷ്കാലത്തില. ഈ വക്രതയുള്ള തലമുറ. അപ്പോസ്തലപ്രവൃത്തി 2:40. അപ്പൊ സഭ ഇപ്പൊ എവിടെയാ? വക്രതയുടെ തലമുറയില്ല. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, വക്രതയുടെ തലമുറയില്ല സഭ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഈ അന്ത്യനാഴിക 1 യോഹന്നാൻ 2:28 വായിച്ചിട്ടുണ്ടോ? അന്ത്യകാലമെന്നാണ് നമ്മൾ സാധാരണ പറയുക. അന്ത്യകാലമല്ല ഇത്, പിന്നെ ഏതാ? അന്ത്യനാഴിക എന്ന് വേണം പറയാം. തിരുത്തി പറഞ്ഞേ പറ്റുള്ളൂ നമ്മൾ. അന്ത്യകാലം എന്ന് പറഞ്ഞ പത്രോസ സഹീഹോൻ മാളിക മുറിയിൽ. നമ്മളിപ്പോൾ 2019 കയറുന്നുണ്ട്. അന്ത്യകാലം എന്ന് പറഞ്ഞാൽ അത് മണ്ടത്തരമാണ്. അന്ത്യകാലമല്ല, അന്ത്യകാലത്തിൻ്റെയും അന്ത്യനാഴികയിൽ നമ്മൾ എത്തി നിൽക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഒരു സ്കൂളിലെ അല്ലെങ്കിൽ കോളേജിലെ പീരീഡ് 7 ആണോ മക്കളെ? 7 പീരീഡ് ആണോ നിങ്ങൾക്ക് ഇവിടെ ഓസ്ട്രേലിയയിൽ?
അല്ല, ഇവിടെ 5 ആയിരിക്കും. നമ്മൾ പഠിച്ചതാ. ഞാൻ കേരളത്തിൽ നിന്നല്ലേ വന്നേ. എത്ര പീരീഡാണ് നമുക്കുണ്ടായിരുന്നത് പണ്ട്? 7 പീരീഡാണ് അല്ലേ? 7ാം പീരീഡിലെത്തി നിൽക്കുക ദൈവസഭ. ആ മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയുക. 1ാം പീരീഡൊക്കെ സംഘർഷത്തിൻ്റെ പീരീഡ്, 2ാം പീരീഡ്, 3ാം പീരീഡ്, അല്ലാത്ത പീരീഡാണ്. 3ാം പീരീഡ് കെമിസ്ട്രി വല്ലതും ആണെങ്കിൽ എൻ്റെ പൊന്നെ എനിക്കിഷ്ടമല്ല. ഹിന്ദി ആണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല. കെട്ടിത്തൂക്കി അക്ഷരം പഠിക്കുന്ന പോലെ എനിക്ക് വിരോധമുള്ളൊരു സംഗതി വേറെ ഇല്ല. അതൊക്കെ പിന്നെ നോർത്ത് ഇന്ത്യ ചെന്നപ്പോൾ ഞാൻ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രൈസ്തലോ, എൻ്റെ ഒരു ശാന്തമ്മ ടീച്ചറിനെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. നീ ഗുണമാകുകയില്ലെന്ന് എന്നോട് പറഞ്ഞു. ഹിന്ദിയുടെ കാര്യത്തിൽ ഞാൻ ഇന്നും ഗുണമായിട്ടില്ല. പ്രൈസ്തലോ. അപ്പം ഇങ്ങനെയുള്ള ചില വിഷയങ്ങളോട് അതൃപ്തിയാണ് ഉള്ളത്. പക്ഷേ ഏത് വിഷയമാണെങ്കിലും 7ാം പീരീഡ് ഭയങ്കര സന്തോഷമാണ്. 7ാം പീരീഡിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? രാമൻ പിയൂണ് കൂട്ടമണി അടിക്കുന്നൊരു പീരീഡാണ് 7ാം പീരീഡ്. സ്വത്രം. രാവിലെ മുതൽ ഇരുന്ന സംഘർഷങ്ങളെല്ലാം കൂടെ മാറ്റിവെച്ചിട്ട് പുള്ളിക്കാരൻ ഇങ്ങോട്ട് കൊട്ടുപടി എടുത്ത് ഇങ്ങനെ അടിക്കും. ടിങ് 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 അടിക്കും. ആ അടിക്കകത്തൊരു ഭാഷമുണ്ട്, വീട്ടിൽ പൊക്കോന്ന് അടിക്കുന്നത്. അത് കേൾക്കുമ്പോഴേ എല്ലാം കൂടി എടുത്തു പെറുക്കി ഒരൊറ്റ പോക്ക. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് എടുക്കുന്ന പോലെ സ്കൂബി ഡേ ബാഗ് ടിഫൻ കാരിയർ പോപ്പിക്കൂടെ ഒന്നും ഇല്ലല്ലോ. അന്ന് ഉണ്ടോ? ഒന്നുമില്ല. ചേമ്പലയും കൊണ്ട് അങ്ങോട്ട് പോയി. പിന്നെ ഒരു കറുത്ത റബ്ബറിട്ട് പുസ്തകം എല്ലാം കൂടി ഇങ്ങനെ വട്ടം കെട്ടി അതിനകത്തോട്ട് ചോറ്റുപാത്രം കയറ്റി വെച്ചോണ്ടാണ് പോയത്. ഓർക്കുന്നുണ്ടോ ഇതൊക്കെ? അത് ഓസ്ട്രേലിയ വന്നപ്പോൾ ഇതൊക്കെ മറന്നുപോയോ? ഇല്ലില്ല. ഓക്കെ. തിരിച്ചിങ്ങോട്ട് വന്ന വഴിക്ക് പിന്നെ ആരാണ്ടര വാഴ എന്നൊരു ഇല അടിച്ചെടുത്ത് അതും കൊണ്ടാണ് തിരിച്ച് മഴ നനയാതെ വീട്ടിലെത്തിയത്. മഴക്കുടയായിരുന്നു. വാഴയിലക്കുട, ചേമ്പിലക്കുടയൊക്കെ ആയിരുന്നു അന്നുണ്ടായിരുന്നു. ഓക്കെ. അപ്പം ഇത് 7ാം പീരീഡിൻ്റെ മണി കേൾക്കുമ്പോൾ ഒറ്റ പോക്ക. എവിടോട്ടാ പോകുന്നത്? വീട്ടിലേക്ക്. ദൈവസഭ ഈ 7ാം പീരീഡിൽ എത്തി നിൽക്കുന്നു, വീട്ടിലെത്താനുള്ള വ്യഗ്രതയോടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അന്ത്യകാലമല്ലത്. പിന്നെ ഏത് കാലമാണ്? അന്ത്യം നാഴിക. ഈ നാഴികയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? കാഹളമെന്ന കൂട്ടമണി കേൾക്കുന്ന പീരീഡാണ്. ഈ കൂട്ടമണി കേൾക്കുമ്പോൾ ആരാ എടുത്തുകൊള്ളപ്പെടുന്നതെന്നറിയാമോ? അവനോടൊപ്പം യാത്ര ചെയ്തവർ, അവനോടൊപ്പം നടന്നവർ, അവനെ പോലെ ആയവർ, അവനെ പോലെ ആയിത്തീർന്നവർ. ഒട്ടനവധി പ്രതിസന്ധികൾ, ഒട്ടനവധി തിക്താനുഭവങ്ങൾ, ഒട്ടനവധി പാപത്തിലേക്കുള്ള കാന്തി ആകർഷണങ്ങൾ ശക്തമായി വന്നിട്ടും അതിനോടൊന്നും ഏകീഭവിച്ചു പോകാതെ വിശുദ്ധിക്ക് വേണ്ടി വില കൊടുത്തു നിന്ന ഒരു പറ്റം ആളുകളുണ്ട്. അവരാണ് അവനോടൊപ്പം എടുത്തുകൊള്ളപ്പെടാനിടയാകുക. ആരൊക്കെ എടുത്തുകൊള്ളപ്പെടുമ്പോൾ ആ കാലഘട്ടത്തിൽ ഒത്തിരി പേരുണ്ട്. അവരാരും എടുത്തുകൊള്ളപ്പെട്ടില്ല. പക്ഷേ ദൈവത്തോടുകൂടെ 300 വർഷം നടന്നവൻ ദൈവദത്തമായ ഗുണസവിശേഷതകൾ തികഞ്ഞവനായപ്പം ദൈവം അവനെ എടുത്തുകൊണ്ടുപോയി. സഭാജീവിതം തുടങ്ങിയിട്ട് എത്ര കാലമായി? സഭാജീവിതം തുടങ്ങിയിട്ട് എത്ര കാലമായി? ആത്മീയ ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് വന്നിട്ട് എത്ര കാലമായി? പക്ഷേ ഇതുവരെ സഹയാത്രികനായിരുന്ന കർത്താവുമായി പൊരുത്തപ്പെട്ടോ? കർത്താവിൻ്റെ സ്വഭാവങ്ങളുമായി നമ്മൾ ഏകീഭവിച്ചോ? അവൻ ക്ഷമിച്ച പോലെ, സഹിച്ച പോലെ, അവൻ അനുസരിച്ച പോലെ, അവൻ വിശുദ്ധി കാത്ത പോലെ, അവൻ നിർമ്മലനായിരുന്നത് പോലെ ആകാൻ നമുക്ക് പറ്റിയോ? പറ്റിയെങ്കിൽ ഉറപ്പ് ഞാൻ തരാം, കാഹളത്തെങ്കിലും എടുത്തുകൊള്ളപ്പെടും. കൊണ്ടു എന്ന് പറയുന്ന ആ പ്രയോഗം വളരെ ഗൗരവമായിട്ട് എനിക്ക് തോന്നുന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ എന്തോ ഇതില്ല, കണ്ടില്ല. എടുത്തുകൊള്ളപ്പെടും. എപ്പോഴാണ് എടുത്തുകൊള്ളപ്പെടുന്നതെന്നറിയാമോ? സ്തോത്രം. അതിനെക്കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോവുക. കർത്താവിൻ്റെ മടങ്ങിവരവ്, പുനരാഗമനം, അതുമായി ബന്ധപ്പെട്ട ചില ചിന്തകളുടെ അവസാന നിമിഷം നൽകി തന്നുകൊണ്ട് ഞാൻ എൻ്റെ ഈ വിഷയം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പുനരാഗമനമൊക്കെ കേൾക്കുന്ന സന്തോഷമാണോ? പ്രൈസ് ദി ലോർഡ്. അകതാരിൽ പ്രത്യാശ നിറയ്ക്കുന്നൊരു വിഷയമാണ് യേശുവിൻ്റെ മടങ്ങിവരവ്. ഹല്ലേലൂയ. യേശുവിൻ്റെ മടങ്ങിവരവിലാണ് നമ്മൾ എടുത്തുകൊള്ളപ്പെടുന്നത്. നമ്മളെന്ന് ഞാൻ പറയുമ്പോൾ ആവർത്തിച്ചു പറയുന്നു, അവൻ്റെ കൂടെ നടന്നവർ, അവനെ പോലെ ആയവർ, അവനിലായവർ. മനസ്സിലാകുന്നുണ്ടോ? വിത്ത് ക്രൈസ്റ്റ് എന്നുള്ളതല്ല, ഇൻ ഹിം എന്ന ആ അനുഭവത്തിലായിത്തീർന്നവർ എടുത്തുകൊള്ളപ്പെടും എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാ, നമ്മളെ കണ്ടവരാരെ കാണണം? യേശുവിനെ കാണും. കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടി ഞാനൊരു സംഭവം പറയാം, കഥയല്ല, ഒരു സംഭവം പറയാം. തിരക്ക് പിടിച്ച റെയിൽവേ സ്റ്റേഷൻ, കേരളത്തിലെയാണ്. കുറേ ട്രെയിനുകൾ വരുന്നു, കുറേ ട്രെയിനുകൾ പോകുന്നു. വലിയൊരു റെയിൽവേ സ്റ്റേഷൻ. വരുന്നവരെ സ്വീകരിക്കാൻ കുറേ ആളുകൾ, പോകുന്നവരെ യാത്ര അയക്കാൻ വേറെ കുറേ ആളുകൾ. ഭയങ്കര തിരക്കാണ് സ്റ്റേഷൻ. ഈ തിരക്ക് പിടിച്ച റെയിൽവേ സ്റ്റേഷനിലൂടെ ഒരു ഓറഞ്ച് കച്ചവടക്കാരൻ, അപകടത്തിൽപ്പെട്ട് 2 കൈ മറ്റുപോയ ഒരു ഓറഞ്ച് കച്ചവടക്കാരൻ, ഉപജീവനത്തിന് വേണ്ടി ഓറഞ്ച് വിറ്റ് അദ്ദേഹം കഴിയുന്നു. കച്ചവടത്തിൻ്റെ രീതി വളരെ രസമാണ്. തൊടുതൊടുത്ത ഓറഞ്ച് പഴങ്ങൾ നിറച്ച ഒരു കൂട കഴുത്തിൽ ഇങ്ങനെ കെട്ടി ഉറപ്പിച്ചു വയ്ക്കും, വേറെ ആരുടെയോ സഹായത്തോടെയാണ്. നെഞ്ചുകൊണ്ട് അതിനെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നടന്ന് തിരക്കിനിടയിലൂടെ ശ്രദ്ധയോടെ നടന്ന് ഓറഞ്ച് എന്ന് പറഞ്ഞ് നടക്കും. ആവശ്യമുള്ളവർക്ക് അതിനകത്തുനിന്ന് എണ്ണിയെടുക്കാം. എടുത്ത് അത്രയും ഓറഞ്ചിൻ്റെ എണ്ണത്തിൻ്റെ വില അദ്ദേഹം പറയും, അത് ആ കൂടയിൽ തന്നെ ഇടാം. അതാണ് കച്ചവട രീതി. ഇങ്ങനെ ഓറഞ്ചുമായി പോയ വഴിക്ക് ആരും അശ്രദ്ധമായി ഓടി വന്നു, ഈ മനുഷ്യനെ തട്ടി. കൈ രണ്ടുമില്ലാത്തതുകൊണ്ട് ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റിയില്ല, വീണു, കൂടയുമായി വീണു. അകത്തുള്ള ഓറഞ്ചെല്ലാം കൊണ്ട് ഉരുണ്ട് അതുവഴി ഇതുവഴി പോയി.
ആളുകൾ ചിലത് ചവിട്ടിപ്പൊട്ടിച്ചു, ആരും ശ്രദ്ധിക്കുന്നതേയില്ല. കയ്യില്ലാത്ത മനുഷ്യൻ പെട്ടെന്ന് ചാടി എഴുന്നേക്കാൻ ശ്രമിക്കുന്ന നടക്കുന്നില്ല. കോടെ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കുരുങ്ങിപ്പോയി. നോട്ടുകൾ അതുവഴി പറന്നു, നാണയങ്ങൾ അതുവഴി ഉരുണ്ടുപോയി. ആരും ശ്രദ്ധിക്കുന്നില്ല. കുറേ കുസൃതി പിള്ളേർ വട്ടം നിന്നുകൊണ്ട് മൊബൈലിൽ ഇത് പകർത്തുക, അങ്ങ് ഫേസ്ബുക്കിലേക്ക് കൊടുക്കാൻ. എന്നാൽ ഇവനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ആരും ചെയ്യുന്നില്ല, ആരും ഒരുങ്ങുന്നതില്ല. അപ്പോഴവിടെ കൊണ്ടു നിർത്തിയൊരു ട്രെയിൻ മുൻപോട്ട് പോകാൻ തയ്യാറായി. യാത്രയായവർക്ക് ടാറ്റ കൊടുക്കുന്ന തിരക്കിനിടയിൽ ആരും ഈ മനുഷ്യനെ ശ്രദ്ധിക്കുന്നതേയില്ല. അദ്ദേഹം എഴുന്നേക്കാൻ വേണ്ടി വല്ലാതെ കിടന്ന് പിടയ്ക്കുക. ഈ ട്രെയിനിന് തന്നെ പോകാൻ വന്ന ഒരു മനുഷ്യൻ ആൾക്കൂട്ടം കണ്ട് ചുമ്മാ ഒന്ന് നോക്കിയപ്പോൾ ഒരുത്തൻ ഇതിനകത്ത് കിടന്ന് പിടയ്ക്കുന്നു. അവനെ ആരും സഹായിക്കുന്നില്ല. അദ്ദേഹം ട്രെയിനിൽ പോകാൻ വന്നതാണെന്നുള്ളത് മറന്നിട്ട് ബ്രീഫ് കേസ് അങ്ങോട്ട് മാറ്റിവെച്ച് ഓടി ജനത്തിനിടയിലേക്ക് വന്നിട്ട് പിടിച്ചെഴുന്നേൽപ്പിച്ചു. അദ്ദേഹത്തെ കഴുത്തിൽ കുരുങ്ങിയ കൂട അഴിച്ചെടുത്തു. എന്നിട്ട് ഉരുണ്ടുപോകുന്ന ഓറഞ്ചുകളുടെ പുറകെ പോയി കുറേ ഇതിനകത്ത് കളക്ട് ചെയ്തു. നാണയങ്ങളും ഈ നോട്ടുകളും എല്ലാം ഇതിനകത്തേക്ക് വാരിയിട്ടു. എന്നിട്ട് ആ മനുഷ്യൻ്റെ അടുക്കലേക്ക് ഓടി വന്നു, തോളിൽ തട്ടി ആശുപത്രി. സാരമില്ലല്ലോ, കുറേ ഓറഞ്ചൊക്കെ ആളുകൾ ചവിട്ടി പൊട്ടിച്ചു. കുറേ കൂടെ ട്രാക്കിലേക്ക് പോയി, അതൊന്നും എടുത്തിട്ട് കാര്യമില്ല. കുറേ നാണയങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് കുറേയൊക്കെ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. നഷ്ടപ്പെട്ടു പോയ നാണയങ്ങൾക്കും നഷ്ടപ്പെട്ട ഓറഞ്ചിനും എല്ലാം കൂടെ പേഴ്സ് അങ്ങോട്ട് തുറന്നിട്ട് അദ്ദേഹം കുറേ നോട്ടുകളെടുത്ത് അതിനകത്തേക്ക് ഇട്ടു. എന്നിട്ട് ആ ഓറഞ്ച് കൂടെ ആ കഴുത്തിൽ അതുപോലെ കെട്ടിവെച്ചു. സ്വപ്നത്തിലെന്ന പോലെ ഈ മനുഷ്യൻ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുക, ഒന്നും പറയാനാവാതെ. പെട്ടെന്ന് ഈ മനുഷ്യൻ ഇതെല്ലാം ചെയ്തു. കഴുത്തിൽ കൂടെ കെട്ടി ഉറപ്പിച്ചിട്ട് അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഇനി എൻ്റെ കച്ചവടം നടക്കട്ടെ, കുഴപ്പമില്ല, വിഷമിക്കണ്ട. ജീവിതത്തിൽ വീഴ്ചകളൊക്കെ ഉണ്ടോ, ഇങ്ങനെ അതൊന്നും താൻ വിഷമമാക്കണ്ട, ഒന്ന് ചിരിക്കടോ താൻ എന്നൊക്കെ പറഞ്ഞ് കവിളിലൊക്കെ ഒന്ന് തട്ടി സന്തോഷിപ്പിച്ചു. ഇത്ര ആയപ്പോഴത്തേക്ക് ട്രെയിൻ മുൻപോട്ട് മൂവായി. അതേ പറയൂ, എൻ്റെ ട്രെയിൻ പോകുന്നു, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ബ്രീഫ് കേസ് എടുത്തുകൊണ്ട് ഓടി. വളരെ ആയാസപ്പെട്ട ഡോറിൽ പിടികിട്ടിയത്. ചാടി സ്റ്റെപ്പിൽ ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ ഈ ഓറഞ്ച് കച്ചവടക്കാരൻ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നിട്ടെന്ന പോലെ വിളിച്ചൊരു ചോദ്യം, സാർ നിങ്ങൾ ആരാണ്, പ്ലീസ് നിങ്ങളുടെ പേരെന്ന് പറയൂ. അദ്ദേഹം വാതിൽക്കൽ നിന്നുകൊണ്ട് കൈ ഇങ്ങനെ കാണിച്ചു, ഒന്നും പറഞ്ഞില്ല. ഓറഞ്ച് കച്ചവടക്കാരൻ പെരുവിരലിൽ എത്തിക്കുത്തി നിന്നുകൊണ്ട് വീണ്ടും വീണ്ടും ചോദിച്ചു, സാർ പ്ലീസ് നിങ്ങളുടെ പേരെന്ന് പറയൂ, നിങ്ങൾ എവിടുന്ന് വന്നാ, എങ്ങോട്ടാ പോകുന്നത് സാർ, ഒന്നും സംസാരിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഇദ്ദേഹം പരിദേവനപ്പെടുന്നു. ട്രെയിൻ അങ്ങ് മറഞ്ഞു. റെയിൽവേ സ്റ്റേഷനിലെ ശബ്ദത്തെക്കാളെല്ലാം അപ്പുറം, കൂടി വന്ന ജനത്തിൻ്റെ എല്ലാം മുഴു ശബ്ദത്തെക്കാളെല്ലാം അപ്പുറം കണ്ടനാളത്തിലേക്ക് സകല ശക്തിയും ആവാഹിച്ചുകൊണ്ട് ആ ഓറഞ്ചുകാരൻ ചോദിച്ച ഒരു ചോദ്യമാണ് ഈ സംഭവത്തെ ഗംഭീരമാക്കുന്നത്. പല പ്രാവശ്യം ചോദിച്ചു, പേരെന്താ, പേരെന്താ, എവിടുന്നാ വന്നേ, എങ്ങോട്ടാ പോകുന്നേ. അതിനൊന്നും മറുപടി ഉണ്ടാകാതെ വെറുതെ കൈ ഇങ്ങനെ വീശി മാത്രം കാണിക്കുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ചോദിച്ചു, സർ ആർ യു ജീസസ്? എത്ര പേർക്ക് മനസ്സിലായി? സർ നിങ്ങളാണോ യേശു? ആർ യു ജീസസ് എന്ന് നമ്മളോട് എന്ന് സമൂഹം ചോദിക്കും, അവിടെയാണ് നമ്മുടെ ക്രൈസ്തവീയതയുടെ ഉന്നതി. പാട്ടിൻ്റെ താളമല്ല അത് ചോദിക്കാൻ കാരണം, നമ്മുടെ പ്രസംഗത്തിൻ്റെ മഹത്വമല്ല അത് ചോദിക്കാൻ കാരണം, നമ്മൾ ചെയ്യുന്ന കൃപാവരങ്ങളുടെ ഏതെങ്കിലും പ്രകടനങ്ങളല്ല, സ്വഭാവത്തിൻ്റെ നന്മയാ സമൂഹം അത് ചോദിക്കുന്നത്. ആർ യു ജീസസ്? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ആ ചോദ്യം? ആർ യു ജീസസ് എന്ന് മറ്റൊരുവൻ നമ്മോട് ചോദിക്കത്തക്ക നിലയിലുള്ള സ്വഭാവത്തിൻ്റെ മഹത്വത്തിലേക്ക്, സ്വഭാവമെന്ന് ഞാൻ പറയുന്നത് ക്രൈസ്തവീയതയുടെ ആത്മീക സംസ്കാര തനിമയിലേക്ക് നമുക്ക് ഉയർത്തപ്പെടാൻ കഴിയുമെങ്കിൽ അവൻ നമ്മളെ എടുത്തുകൊള്ളപ്പെടും, അവൻ നമ്മെ എടുത്തുകൊണ്ട് പോകും. ക്രിസ്ത്യാനിയായിട്ട് ഇവിടെ ജീവിച്ചിട്ട് യേശുവിനെ പോലൊന്നും ആയില്ല, എന്നാലും വേണ്ടിയല്ല അവിടെ കൊണ്ടുപോയി ഇരുത്തി മണ്ടം പരീക്ഷ എഴുതി ജയിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഒരു ഇടപാടില്ല അവിടെ, ഇവിടെ ജയിച്ചേ പറ്റൂ. 300 വർഷം കൂടെ നടന്നവനെ കർത്താവ് എടുത്തുകൊണ്ടു. യേശുവിൻ്റെ വരവായി എന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഓസ്ട്രേലിയയിലും ഇന്ത്യയിലും അമേരിക്കയിലും ഒക്കെ പോയി ഇനിയും കുറേയും കൂടെ ജീവിക്കാം എന്നൊന്നും വ്യാമോഹിക്കണ്ട. ദേ വാതുക്കലായി കർത്താവ് ഏറ്റവും അടുക്കലെത്തി നിൽക്കും. യേശുവിൻ്റെ വരവ് എപ്പോഴായിരിക്കുമെന്ന് ആർക്കെങ്കിലും പറയാമോ? അതൊക്കെ എന്നാ ചോദ്യം ഉപദേശിക്കുന്ന അല്ലേ? യേശുവിൻ്റെ വരവ് എപ്പോഴായിരിക്കും? എപ്പോഴായിരിക്കുമെന്ന് പറയുന്ന ഒരു അനുഗ്രഹിത വാക്യമുണ്ട്. യേശു എപ്പോൾ വരുമെന്ന് കൃത്യമായി സമയം പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമുണ്ട്. അറിയാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ആ കൈകൾ പൊങ്ങുന്നുണ്ട്. പിന്നെ ചിലർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ഞാൻ പൊക്കുന്നില്ലെന്നാ ചിലർ. യേശു എപ്പോൾ വരുമെന്ന ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പല
പ്രസംഗകരും പ്രവചന ദൂതുകളൊക്കെ വ്യാഖ്യാനിച്ച് ഇത്ര വർഷത്തിനകത്തെന്നൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു മണ്ടത്തരമൊന്നും പറയാനല്ല പോകുന്നത്. യേശു എപ്പോൾ വരുമെന്ന് കൃത്യമായി പറയുന്ന ഒരേ ഒരു വാക്യമുള്ളൂ. ആൻറ്റി പെട്ടെന്ന് വായിക്കാമെങ്കിൽ 1 തിമോഥെയോസ് ലേഖനം 6-ാം അധ്യായം 16-ാമത് വാക്യം. 1 തിമോഥെയോസ് 6:16. ഇതുവരെ വേദോസം തുറക്കാത്ത പലരും തുറന്നു തുടങ്ങി. അങ്ങനെ ഒരു വാക്യമുണ്ട്, കണ്ടിട്ട് തന്നെ എന്നാ. കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. എപ്പോഴാ? അതാ സമയം. യേശു എപ്പോ വരും? ഇൻ ഡ്യൂ ടൈം, കുറിക്കപ്പെട്ട നേരത്തിലേ ഉണ്ടോ? തക്ക സമയം, അതാണ് സമയം. ഡിസംബർ 1 ജനുവരി 2019 2021 അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. എപ്പോൾ വരാം? തക്ക സമയം. ആ സമയം ഒരുപക്ഷെ ഇന്ന് രാത്രി ആശീർവാദം പറയുന്നതിന് മുമ്പായിരിക്കും. നാളെ പ്രഭാത കിരണങ്ങൾ ഇവിടെ എത്തുന്നതിന് മുൻപായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഈ മെയ് എന്ന കലണ്ടർ മാറ്റി ജൂൺ എന്ന പേപ്പർ നിങ്ങൾ എടുത്തിടുന്നതിന് മുൻപായിരിക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അതാണ് തക്ക സമയം. തക്ക സമയത്ത് യേശു വരുമെന്ന് പറയാൻ കാരണം എന്താ? നിങ്ങളെ തക്ക സമയം എന്ന് പറയാൻ കാരണം എന്താ? ന്യായമായ കാരണങ്ങൾ ഞാൻ പറയാം, ശ്രദ്ധിച്ചോണം. മാനവജാതിയുടെ രക്ഷാകര ദൗത്യത്തിനു വേണ്ടി യേശു പാർത്തലത്തിൽ അവതരിച്ചത് തക്ക സമയത്തായിരുന്നു. ഗലാത്യർ 4:4 കാലസമ്പൂർണത, ഫുൾനെസ് ഓഫ് ദ ടൈം എന്നൊക്കെ പറയുന്നത് ഏതാ? അതിന്റെ അർത്ഥം എന്തുവാ? തക്ക സമയം, തക്ക സമയത്ത്. അപ്പം മനുഷ്യന്റെ പാപപരിഹാരത്തിനു വേണ്ടി യേശു പാർത്തലത്തിൽ വന്നത് ഏത് സമയത്താ? നമ്മളാരും നിർണയിച്ച സമയത്തല്ല. പിന്നെ ആരും നിർണയിച്ച സമയത്താ? ദൈവത്തിന്റെ സമയം. അതാണ് കാലസമ്പൂർണതയിൽ. ഗലാത്യർ 4:4. ഇനിയും അപ്പൊ യേശുവിന്റെ ജനനം എപ്പോഴായിരുന്നു? കമോൺ, എപ്പോഴായിരുന്നു? തക്ക സമയത്താ. മരണം എപ്പോഴായിരുന്നു പറയാവോ? റോമർ 5:6 പറയുന്നു, തക്ക സമയത്ത് അവൻ ആ ഭക്തർക്ക് വേണ്ടി മരിച്ചു. ജനനം എപ്പോഴായിരുന്നു? തക്ക സമയത്ത്. മരണം എപ്പോഴായിരുന്നു? തക്ക സമയത്ത് ജനിക്കാൻ തക്ക സമയത്ത് മരിക്കാൻ ചെയ്തവൻ എപ്പോൾ വരണം? അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിരിക്കുന്നു. മനസ്സിലായി? അതിനകത്ത് വലിയ മർമ്മമൊന്നുമില്ല. യേശു ഭൂതലത്തിൽ ജനിച്ചത് എപ്പോഴാ? തക്ക സമയത്താ. നമുക്ക് വേണ്ടി മരിച്ചത് എപ്പോഴാ? തക്ക സമയത്ത്. അതുകൊണ്ട് നമ്മെ ചേർക്കാൻ എപ്പോഴാ വരാൻ പോന്നേ? തക്ക സമയത്ത്. അതുകൊണ്ട് അതിനകത്തെ ഏറ്റവും ഗംഭീരമായ ചിന്ത എന്താണെന്നറിയാമോ? ആ തക്ക സമയം എപ്പോഴെന്നറിയായ കൊണ്ട് എപ്പോഴും ഒരുങ്ങിയിരുന്നേ പറ്റും. രാത്രിയൊന്നോ പകലെന്നോ ഒന്നും വ്യത്യാസമില്ല. എപ്പോൾ വേണമെങ്കിലും ആകാം. അതുകൊണ്ട് ഏത് സമയത്തും നാം അലർട്ടായിരുന്നേ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ സമയം തക്ക സമയമാണ്. ഇനി വരവിന്റെ ലക്ഷണം കൂടെ ഞാനൊന്ന് പറയാം. വരവിന്റെ ലക്ഷണം എങ്ങനെയാണ് യേശു വരാൻ പോകുന്നത്? യേശു എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നറിയണം. ആ വരാൻ പോകുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ അറിയിക്കുന്നതിൻ്റെ കാരണം 3 അതിപ്രധാനപ്പെട്ട ആത്മീയ സ്വഭാവങ്ങളെ കരുതിക്കൊള്ളണമെന്നുള്ള പ്രബോധനം നമുക്ക് ലഭിക്കപ്പെടാൻ വേണ്ടിയാണ്. വേഗം ഞാൻ പറഞ്ഞു നിർത്താം. യേശു വരുന്നത് ഒന്ന് മണവാളനായിട്ട്. ഒറ്റ വരവിൽ 3 അനുഗ്രഹീതമായ ഭാവങ്ങളുണ്ട് യേശുവിന്. ഒന്ന് ആരായിട്ട്? മണവാളൻ. അങ്ങനെയാണെങ്കിൽ നമ്മളാരാ? മണവാട്ടി. 2 യേശു യജമാനനായിട്ടാണ് വരിക. യജമാനൻ സന്ധിക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂകും നേരത്തോ രാവിലെയോ എപ്പോൾ വരുമെന്നറിയായതുകൊണ്ട് നിങ്ങൾ എന്തോ ചെയ്യണം? ഉണർന്നിരിക്കണമെന്ന്. അപ്പം യേശു യജമാനനായിട്ടാണ് വരാം. യേശു യജമാനാണെങ്കിൽ നമ്മളാരാ? അവൻ്റെ ദാസിദാസന്മാരാ. മനസ്സിലാകുന്നുണ്ടോ? മണവാളനാകിയാൽ നമ്മളാരാ? മണവാട്ടി. യജമാനനാകിയാൽ നമ്മളാരാ? ദാസിദാസന്മാരാണ്. ഓക്കെ. 3-മതൊരു പ്രയോഗമുണ്ട്. നമുക്കറിയാവുന്നതുകൊണ്ട് ആ വാക്യത്തിലേക്ക് ഞാൻ പോകാത്തത്. യേശു കള്ളനെ പോലെ വരാൻ പോകുന്നു. കള്ളനായിട്ടല്ല, പിന്നെ മണവാളനായി വരും, യജമാനനായി വരും. അപ്പം പിന്നെ കള്ളനായി അങ്ങനെ പറഞ്ഞ ആളല്ലേ? മണവാളനായി വരും, യജമാനനായി വരും. പക്ഷെ അടുത്തതിനൊരു പോലെയുണ്ട്. ആരെ പോലെ? കള്ളനെ പോലെ. യേശു കള്ളനെ പോലെ വരുന്നെങ്കിൽ നമ്മളാരാ അവൻ്റെ? അവിടെ വന്നപ്പോൾ താളം പോയല്ലോ. അവൻ്റെ മോഷണ വസ്തുവാണ് നമ്മൾ. മനസ്സിലായില്ലേ? ഈ 3 കാര്യങ്ങൾ പഠിച്ചോണം. ഞാൻ വേഗം പറയാം, ശ്രദ്ധിച്ചോണം. യേശു മണവാളനായി വരുന്നു. ആരെ ചേർക്കാൻ? മണവാട്ടിയെ ചേർക്കാൻ. മണവാളൻ മണവാട്ടിയിൽ പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ കാര്യം വിശുദ്ധിയുടെ തികവാണ്. എന്തിൻ്റെ തികവ? അപ്പം നാം മണവാട്ടിയായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തിൽ തികഞ്ഞിരിക്കണം? 2 കൊരിന്ത്യർ 7:1 ജഡത്തിലെയും ആത്മാവിലെയും സകല കൺമഷവും പോക്കി നമ്മെ തന്നെ വെടിപ്പാക്കി നാം ആരാകണം? വിശുദ്ധിയെ തികച്ചുകൊള്ളണം. കാരണം മണവാട്ടിയിൽ അവനെ പ്രതീക്ഷിക്കുന്നതാ. മണവാട്ടിയിൽ കർത്താവ് പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ ഡവറി എന്തുവാണ്? വിശുദ്ധിയുടെ തികവ. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? നമ്മുടെ അന്തരംഗം, നമ്മുടെ ബാഹ്യമണ്ഡലം, അതാണ് ജഡത്തിലെയും ആത്മാവിലെയും. ജഡമെന്ന് പറഞ്ഞാൽ ശരീരം, ആത്മാവെന്ന് പറഞ്ഞാൽ അന്തരാത്മാവ്. ഈ 2 മണ്ഡലങ്ങളും ഒരേപോലെ വചനാധിഷ്ഠിതമായി വിശുദ്ധിയിൽ തികയണം. കാരണം അവൻ വരാൻ പോകുന്ന മണവാളനായിട്ട്. ഒരു ചിന്ത കൂടെ ദേവദാസന്മാരടക്കം അറിയാൻ വേണ്ടി ഞാൻ പറയാം.
മഹാപുരോഹിതന്റെ വിവാഹ നിയമം എഴുതിയിരിക്കുന്ന ഒരു അധ്യായമുണ്ട്. അറിയാമോ ഏതാന്ന്? മഹാപുരോഹിതൻ ആരെ വിവാഹം കഴിക്കണമെന്നൊക്കെയുള്ള നിയമസംഹിതകൾ പറഞ്ഞിരിക്കുന്ന ഒരു അധ്യായമാണ് ലേവ്യ 21. ഇപ്പോൾ വായിക്കണമെന്നില്ല, ലേവ്യ 21 ഓർത്തിരുന്നാൽ മതി. ലേവ്യ ഗോത്രത്തിലുള്ളവളെ മാത്രമേ വിവാഹം കഴിക്കാവൂ. ഉണ്ടോ? കന്യകയെ മാത്രമേ വിവാഹം കഴിക്കാവൂ. ദുർനടപ്പുകാരി വിവാഹം കഴിക്കാൻ പാടില്ല. കെട്ടി ഒഴിഞ്ഞു പോയവളെ വിവാഹം കഴിക്കാൻ പാടില്ല. ദേശത്ത് സാക്ഷ്യമില്ലാത്തവളെ എന്തോ ചെയ്യരുത്, വിവാഹം കഴിക്കരുത്. ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് പറയുന്നു, ലേവി കന്യകയെ വിവാഹം കഴിക്കണം. നമ്മളുമായി വിവാഹ നിശ്ചയത്തിലായ നമ്മുടെ മണവാളൻ മഹാപുരോഹിതനല്ല, പിന്നെ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. മഹാപുരോഹിതൻ ആരെ മതി? കന്യക മതി. പക്ഷേ ശ്രേഷ്ഠ മഹാപുരോഹിതന് നിർമ്മല കന്യക വേണം. കന്യകയും നിർമ്മല കന്യകയും തമ്മിൽ വ്യത്യാസമുണ്ട്. മനസ്സിലായോ? കന്യകാത്വത്തിന് ഛേദം വരാത്തവൾ അവളാ കന്യക. നിർമ്മല കന്യക സ്വഭാവവും കൂടെ എന്തുവാകണം? സംശുദ്ധമായി പറ്റും. ലോകത്തിന്റെ തിന്മയില്ലാതെ വിശുദ്ധിയുടെ തട്ടകത്തിൽ ഉന്നമനത്തിലെത്തിയവളെയാണ് എന്തോ വിളിക്കാവുന്നത്? നിർമ്മല കന്യക. അവളെ ചേർക്കാൻ വരുന്നത് കൊണ്ടാണ് യേശു മണവാളനാണെന്ന് പറയുന്നത്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? തൻ്റേതല്ലാത്ത കാരണത്താൽ എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ടോ? അങ്ങനെ രണ്ടാം കെട്ടിന് വരികയല്ല കർത്താവ്, നിർമ്മല കന്യകയെ ചേർക്കാൻ. മനസ്സിലായവർ എത്ര പേരുണ്ട്? രണ്ടാമതൊരു കാര്യം പറയുന്നു, അവൻ യജമാനനാണ്. യജമാനാണെങ്കിൽ നമ്മളാരാ? ദാസിദാസന്മാരാ. മണവാളൻ മണവാട്ടി പ്രതീക്ഷിക്കുന്ന വിശുദ്ധിയുടെ തികവാണെങ്കിൽ യജമാനൻ ദാസിദാസന്മാർ പ്രതീക്ഷിക്കുന്നത് വിശ്വസ്തതയുടെ തികവാ. എന്തിന്റെ തികവാ? വിശ്വസ്തത. ഏൽപ്പിച്ചതിലൊക്കെ വിശ്വസ്തരാണോ? സാമ്പത്തികത്തിൽ വിശ്വസ്തരാണോ? ആരോഗ്യത്തിൽ വിശ്വസ്തരാണോ? ജോലി തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ജോലി കിട്ടിയപ്പോൾ അതിൽ വിശ്വസ്തനാണോ? സമയത്ത് ജോലിക്ക് പോകുന്നുണ്ടോ? അതോ കൂടെ സിക്ക് വിളിക്കുകയാണോ? ഇടപാട് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ സിക്ക. എല്ലാറ്റിനും നമ്മൾ ആരായേ പറ്റുള്ളൂ? കൈ കിട്ടുന്ന സാമ്പത്തികത്തിനൊക്കെ വിശ്വസ്തരാണോ? കുരിശുമൂട്ടിൽ തോമാച്ചായൻ വക 9,000 രൂപ കൺവെൻഷൻ്റെ പിരിവ് എഴുതുക. പറഞ്ഞു കൊടുക്കുക ഒരു പുള്ളി. എഴുതുന്നത് കണക്ക് പിള്ളയാണ്. കുരിശുമൂട്ടിൽ തോമാച്ചായൻ അത് വടിവത്തെ അക്ഷരത്തിൽ എഴുതി. 9,000 എഴുതേണ്ടടുത്ത് 6,000 എഴുതിയുള്ളൂ. അപ്പോൾ പറഞ്ഞു കൊടുത്ത പുള്ളിക്ക് ഒരു സംശയം. അച്ഛാ ഞാൻ 9 പറഞ്ഞേ. എഴുതിയടേ, അടുത്ത പറ. അയ്യോ അച്ഛാ അങ്ങനെ ഞാൻ 9 പറഞ്ഞില്ല അച്ഛാ, 6 എഴുതിയുള്ളൂ. എടോ ഞാനിത് എത്രയോ കാലമായി കൈകാര്യം ചെയ്ത്, നീ എന്നെ പഠിപ്പിക്കുകയൊന്നും വേണ്ട, അടുത്ത ലിസ്റ്റ് അങ്ങോട്ട് വായിച്ചേ കുഞ്ഞേ. അങ്ങനെയൊന്നും വായിക്കാൻ എന്നെ കിട്ടത്തില്ല അച്ഛാ. അച്ഛാ 9,000 രൂപ തന്നിട്ട് നമ്മൾ 6,000 എഴുതി വെച്ചാൽ ദൈവത്തിന് മുമ്പാകെ ഒരു ദൈവം മുൻപാകെ ഇതാ ശരി. പിന്നെയും പുള്ളി സമർത്ഥിക്കുക, ദൈവം മുൻപാകെ ഇതാ ശരി. അതെങ്ങനെ വെച്ചാൽ ശരിയാകും? എടാ നമ്മൾ ഭൂമിയിൽ നോക്കുമ്പോഴേ ഇത് 9, കർത്താവ് മുകളിൽ നോക്കുമ്പോൾ മനസ്സിലായോ? നമ്മളിവിടെ നോക്കുമ്പോൾ 6,000. ഈ 6 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് അങ്ങനെ ഇടപാടുണ്ട്. പല വീക്ഷണകോണിൽ ഇതിൻ്റെ തുക എന്തോ ചെയ്തുകൊണ്ടിരിക്കും. ആകക്ക, വരവുക, ചെലവുക, മൊത്തം എന്നൊക്കെ പറഞ്ഞ് എഴുതി കണക്ക് അവതരിപ്പിക്കാൻ നമുക്ക് പറ്റും. ഈ കണക്ക് പുസ്തകം ആരുടെ കൊടുക്കണം? കർത്താവിൻ്റെ കൈ കൊടുക്കണം. വിശ്വസ്തന്മാരെ മാത്രം ചേർക്കാനാണ് കർത്താവ് വരുന്നത്. എത്ര പേർക്ക് സ്വത്രം പറയാൻ പറ്റും? മോനെ, ആരോഗ്യത്തിൽ നീ വിശ്വസ്തനാണോ? നിന്റെ സമയത്തിൽ നീ വിശ്വസ്തനാണോ? നിന്റെ മൊബൈൽ ഫോണുമായിട്ടുള്ള പ്ലേയിങ്ങിൽ നീ വിശ്വസ്തനാണോ? മാതാപിതാക്കളോട് വിശ്വസ്തരാണോ? മക്കളോട് വിശ്വസ്തരാണോ? ജീവിത പങ്കാളിയോട് വിശ്വസ്തരാണോ? രാത്രികളും പകലുകളും ഇടവഴികളും പരിപാടികളും വിശ്വസ്തമാണോ കർത്താവിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ? കർത്താവിനെ സാക്ഷി നിർത്തിയാണോ ജീവിതം? പേടി തോന്നുന്നൊരു വാക്യമുണ്ട്. ഞാൻ വായിച്ച് പേടിച്ച് പോയി. ഞാൻ തന്നെ എന്തിനു പേടിക്കണം? എല്ലാവരും വേദം ചുമ, നിങ്ങളെല്ലാം പേടിക്കും. 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 10-ാമത് വാക്യം. 1 തെസ്സലോനിക്ക 2:10. 1 തെസ്സലോനിക്ക 2:10 വായിച്ചാൽ. വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര പവിത്രമായും നീതിയായും അനന്യമായും നടന്നു എന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി. ഇത് പറയാൻ കഴിയുന്നവനാ വിശ്വസ്തൻ. നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര പവിത്രമായി, നീതിയായി, അനന്യമായി നടന്നു എന്നതിന് ആര് സാക്ഷി? നിങ്ങൾ സാക്ഷിയാ. ഇനി നിങ്ങളെല്ലാം കൂടെ കൂറുമാറിയാലും ആര് സാക്ഷിയാ എന്ന് പറഞ്ഞാൽ ഇതാണ് അർത്ഥം. ദൈവത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് സാമ്പത്തികം, ദാമ്പത്തികം, സാമൂഹ്യം, സഭാജീവിതം, വ്യക്തിപരമായ ജീവിതം, ബിസിനസ്, വിദ്യാഭ്യാസം ഒക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ അവനാ വിശ്വസ്തൻ, അവളാ വിശ്വസ്ത. അവരെ ചേർക്കാനാ കർത്താവ് യജമാനനായി വെളിപ്പെടും. സ്തോത്രം. എത്ര പാട്ടുപാടി, എത്ര നേരം അന്യഭാഷ പറഞ്ഞു, എത്ര കൃപാവരങ്ങൾ ജ്വലിപ്പിച്ചു, എത്ര പേർക്ക് കാശ് കൊടുത്തു, എത്ര 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 എത്ര. ഇതൊന്നുമല്ല കർത്താവിന് വേണ്ടുന്നത്. നിന്റെ വിശ്വസ്തതയുടെ അളവ്.
മണവാളൻ വരുന്നത് വിശുദ്ധിയിൽ തികഞ്ഞ മണവാട്ടിയെ കൊണ്ടുപോകാൻ. യജമാനനായി വെളിപ്പെടുന്ന 3 വെളിപ്പെടലുകളൊന്നുമില്ല, ഒറ്റ വെളിപ്പെടലിൽ കർത്താവിൻ്റെ 3 ഭാവങ്ങളാണ് ഞാൻ പറയുക. അവൻ വിശ്വസ്തരെ ചേർക്കാനാ വരിക. ഇനി അടുത്ത സംഗതി ഉണ്ട് കേട്ടോണേ. ആരായിട്ടാണ് വരാൻ പോകുന്നത്? കള്ളനെ പോലെ. സ്തോത്രം. കള്ളം വരുന്നത് എന്തിനാ? മോഷ്ടിക്കാനാണ് നമുക്കറിയാമല്ലോ, പിന്നെ കൂട്ടായ്മ കൂടാനാണ് കള്ളം വരുന്നത്. മോഷ്ടിക്കാനാണ്. എൻ്റെ ചോദ്യം, എന്തോ മോഷ്ടിക്കാനാ ആൻറ്റി? യെസ്. പൊട്ടിയതും ചളുങ്ങിയതും ഉടഞ്ഞതും ഒന്നും കള്ളന് വേണ്ട. പുറംപറമ്പിൽ എറിഞ്ഞതൊന്നും ആർക്ക് വേണ്ട? കള്ളന് വേണ്ട. പൊട്ടിയ ചരുവ് അവിടെ കിടപ്പുണ്ട്, കിഴിഞ്ഞ ബക്കറ്റ് അവിടെ കിടപ്പുണ്ട്, കാതില്ലാത്ത ബക്കറ്റ്. ഒരു കള്ളനും എന്തോ ചെയ്തിട്ടില്ല, കൊണ്ടുപോയിട്ടില്ല. രാത്രിയിലോ പകലിലോ കള്ളൻ വിദഗ്ധമായി വരുന്നത് നീ അകത്ത് വെച്ചിരിക്കുന്ന വിലയേറിയത് കൊണ്ടുപോകാൻ. മണവാളൻ വരുന്നത് വിശുദ്ധരെ കൊണ്ടുപോകാൻ, യജമാനനായി വരുന്നത് വിശ്വസ്തരെ കൊണ്ടുപോകാൻ. അങ്ങനെ കള്ളനെ പോലെ വരുന്നത് വിലയേറിയതിനെ തപ്പാനാ. വില നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ ജീവിതത്തിൽ ഇന്ന് വരെ? ആത്മീയ ജീവിതത്തിൻ്റെ വില പോയിട്ടുണ്ടോ? നിന്റെ തിരഞ്ഞെടുപ്പിനാലും നമ്മുടെ മറ്റു തരമായ ഇടപാടുകളാൽ നമ്മുടെ വ്യക്തിപരമായി വില പോയിട്ടുണ്ടോ? ഉപദേശത്തെ അറിഞ്ഞ് ഉപദേശത്തിന് വേണ്ടി നിന്ന് വിലയുള്ളവനായി നിൽക്കുകയും അവസാനം വിലയില്ലാത്ത തലത്തിലേക്ക് മാറിപ്പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ചെറിയ ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടി, ചെറിയ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി, ചെറിയ ചെറിയ എന്തെങ്കിലും കാര്യത്തിനു വേണ്ടി ദൈവത്തെയും ദൈവവചനത്തെയും പണയപ്പെടുത്തി വില കളഞ്ഞു പോയിട്ടുണ്ടോ? വിലയുള്ളതിനെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. വിലയുള്ളതെല്ലാം എവിടെ ഉണ്ടെന്നറിയാമോ? വിലയുള്ളതെല്ലാം എവിടെ ഉണ്ട്? പറ. വിലയുള്ളതെല്ലാം അകത്തുണ്ട്, നാഗത്ത്. വിലയില്ലാത്തതെല്ലാം എവിടെ ഉണ്ട്? വിലയില്ലാത്തതെല്ലാം പുറത്തുണ്ട്. അത് ആക്രിക്കാരന് മതി. യേശു വരുന്ന ആക്രി വെറുക്കാനല്ല. മനസ്സിലാകുന്നുണ്ടോ? സഭയ്ക്കകത്ത് ആക്രി അങ്ങ് കൂടുക, അറിയാമോ? ഇഷ്ടം പോലെ. ചൈനയിൽ ആക്രി കൂടത്തില്ല. അത് മൊത്തം അവർ വിവിധ സംഗതികളായി നമുക്കിങ്ങനെ തരുന്നുണ്ടല്ലോ, ഇന്ത്യയിലോട്ടും അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ ആക്രി ഇല്ലാത്തൊരു രാജ്യം ഏതേ ഉള്ളൂ? നമ്മുടെ നാട് ഭയങ്കരമായിട്ട് ആക്രി കൂടുന്നുണ്ട്. നമ്മുടെ പൊതുവീതികളെല്ലാം പ്ലാസ്റ്റിക് കൂടിനകത്ത് ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നത് കണ്ടിട്ടുണ്ടോ? നാട്ടിൽ വരുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം. നാട്ടിൽ വരുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാവുന്നില്ല, നാട്ടിൽ വരുമ്പോൾ അങ്ങനെ ഒന്ന് ഇട്ട് കളയരുതെന്നാണ്. ഓക്കെ. വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി മാന്യമായിട്ട് ജീവിക്കുന്ന പുള്ളികൾ നാട്ടിൽ വരുന്നതാണ് ഈ പരിപാടി. കഴിഞ്ഞിടയ്ക്ക് ഒരു പുള്ളിയെ പിടിച്ചു, ഒരു പ്രവാസിയെ പിടിച്ചു. എവിടെയാണെന്നൊന്നും ചോദിക്കരുത്. അദ്ദേഹം കാറിൽ അങ്ങോട്ട് പോയ വഴിക്ക് ഒരു ചാക്കെടുത്ത് വെളിയിലോട്ട് തട്ടിക്കളയുന്നത് പിള്ളേർ കണ്ടിട്ട് ഇൻഫോം ചെയ്തു. അന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പോൾ പ്രവാസിയായ ഒരു മനുഷ്യൻ അവധിക്ക് നാട്ടിൽ വന്നപ്പോൾ ചെയ്ത പണിയാണ്. ആ ജോലി ചെയ്യുന്ന രാജ്യത്തൊന്നും ഇതെന്ത് ചെയ്യത്തില്ല, അങ്ങനെ ചെയ്യാറില്ല. അതാണ് അതിൻ്റെ സംഗതി. ഓക്കെ, മലയാളിക്കുള്ള ഒരു പ്രത്യേക പ്രകൃതമാണത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടായിട്ട് അങ്ങനെ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, സഭയ്ക്കകത്ത് ആക്രി പെരുകുന്നു. സാക്ഷ്യമില്ലാത്തവൻ കണ്ടോ, ജീവിതമില്ലാത്തവൻ മുഖ്യധാരയിലുണ്ട്. കമ്മിറ്റിക്കകത്ത് പുള്ളിയും കൂടെ ഉണ്ട്. അപ്പൻ്റെ ഭാര്യ വെച്ചുകൊണ്ടിരിക്കുന്ന അടുത്ത കമ്മിറ്റിയുടെ പ്രധാന സെക്രട്ടറി അറിയാമോ? അവനെ കൺവെൻഷൻ വേണോ, സഭായവും വേണോ, സഹായത്തിന് ഏത് സങ്കീർത്തനം വായിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. പൗലോസ് മാത്രം പ്രതികരിക്കുന്നു, ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന്. ഇങ്ങനെ ആക്രി ഒത്തിരി സഭയ്ക്കകത്തുണ്ട്. അവനെ പൊക്കാനല്ല കർത്താവ് വരുന്നത്, വിലയേറിയതിനെ കൊണ്ടുപോകും. രാത്രിയിൽ പ്രധാന കഥ കടയ്ക്കുന്നതിന് മുമ്പ് വല്യപ്പച്ചൻ വടിയും കുത്തി എന്ന് കഥകൻ്റെ അവിടെ നിന്നുകൊണ്ട് ചോദിക്കുന്നത് കേട്ടിട്ടുണ്ടോ? നാട്ടിൽ വരുമ്പോൾ, മോളെ ആ കുട്ടുകം വെളിയിലിരിക്കുന്ന കണ്ട് ഇങ്ങെടുത്ത് വെച്ചായിരുന്നോ? മോനെ ആ കിണ്ടി വാതക്കി ഇരിക്കുന്ന കണ്ട് ഇങ്ങെടുത്ത് വെച്ചായിരുന്നോ? അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പശുവിനെ കുളിപ്പിക്കാൻ നീ ചരുവ് എടുത്തുകൊണ്ട് വെളിയിൽ കൊണ്ടുപോയി, അതിങ്ങെടുത്ത് വെച്ചായിരുന്നോ മക്കളെ? പുത്തൻ മരുമൊക്കെ ഈ കിണ്ടി, മൊന്ത, ചരുവത്തിൻ്റെ ഒന്നും വില അറിയത്തില്ല. അപ്പം കഥ കടയ്ക്കുന്നതിനും ഇതെല്ലാം അകത്തു വന്നോ എന്ന് അന്വേഷിക്കുന്നത്. വിലയുള്ളതെല്ലാം എവിടെ വരണം? വിലയില്ലാത്ത ഒത്തിരി പുറത്ത് കിടപ്പുണ്ട്. അതൊന്നും വിഷയമല്ല. വിലയുള്ളത് എവിടെ വന്നേ പറ്റൂ? ഈ അകത്ത് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ദൈവസഭയ്ക്കകത്ത്, ഉപദേശത്തിനകത്ത്, ആത്മീയതയുടെ അകത്ത്, വചനത്തിനകത്ത് നിൽക്കുന്നവനെ ചേർക്കാനാണ് യേശു വരുന്നത്. എത്ര പേർക്ക് ബോധ്യമായി? 3 കാര്യം മറക്കല്ലേ. 3 കാര്യങ്ങൾ ഞാൻ അവതരിപ്പിച്ചത് 3 വിലപ്പെട്ട ഗുണം നമ്മിൽ കാക്കേണ്ടതിനാ. മണവാട്ടിയാണ് താങ്കൾ, അങ്ങനെയാണെങ്കിൽ എന്തോ സൂക്ഷിച്ചോണം? വിശുദ്ധിയുടെ തികവ്. ദാസീദാസനാണ് താങ്കൾ, എന്തോ സൂക്ഷിച്ചോണം? വിശ്വസ്തത. വിലയുള്ളവരാണ് താങ്കൾ, അതുകൊണ്ട് അവൻ കള്ളനെ പോലെ വന്ന് അപകരിക്കാൻ ശ്രമിക്കും. വിടത്തില്ലെന്ന് വാദിക്കുന്ന ദുഷ്ടനെ വഴിമാറ്റി നമ്മെ എടുത്തുകൊള്ളും. നമ്മുടെ വിഷയം അതാ, എടുത്തുകൊള്ളപ്പെടും. പക്ഷേ എടുത്തുകൊള്ളപ്പെടണമെങ്കിൽ വിശുദ്ധിയുടെ തികവ്, വിശ്വസ്തതയുടെ തികവ്, വിലയുടെ തികവ്, ഇത് 3 സൂക്ഷിക്കുന്നവനെ കർത്താവ് എടുത്തുകൊണ്ട് പോകും. അതാണ് റാപ്ചർ എന്ന് പറയുന്നത്. തട്ടിക്കൊണ്ടുപോവുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? അതിനാ കർത്താവ് വരുന്നത്. എത്ര പേർക്ക് ബോധ്യമായി? ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. പുനരാഗമനവുമായി ബന്ധപ്പെട്ട ഒരു പാട്ടിൻ്റെ വരികൾ അവസാനം പാടി നമ്മൾ ഒരുമിച്ച് സന്തോഷത്തോടെ മടങ്ങിപ്പോകും ഈ രാത്രി. ഒറ്റ ചിന്ത കൂടെ ഞാൻ അവതരിപ്പിക്കാം, കേട്ടോണേ. യേശു വരുന്നത് ഈ 3 വിലപ്പെട്ട ഗുണമുള്ളവർക്ക് വേണ്ടിയാണ്. പക്ഷേ എബ്രായ ലേഖനം അതിനെ ഇങ്ങനെ സമാഹരിക്കുന്നു: കാത്തു നിൽക്കുന്നവരെ ചേർക്കാം. അങ്ങളെ ആരെ ചേർക്കാനാ? കാത്തു നിൽക്കുന്നവരെ.
3 കൂട്ടരെ ഞാൻ പറയാം. കാത്തിരിക്കുന്നവരുണ്ട്, കാത്ത് കിടക്കുന്നവരുണ്ട്. അച്ഛാ, ഇതിനിടയിൽ കർത്താവിന് ആരെ മതി? കാത്ത് നിൽക്കുന്നവരും മതി. കാത്തിരിക്കുന്നവരുണ്ട്, കാത്ത് കിടക്കുന്നവരുമുണ്ട്. കർത്താവിന് ആരെയാണ് വേണ്ടുന്നേ? എബ്രായ ലേഖനം 9:22 അങ്ങനെ പറഞ്ഞത്, കാത്ത് നിൽക്കുന്നവരെ ചേർക്കാൻ. 3 കൂട്ടരെയും കൂടെ കാണിച്ചു തരാം. ആസ്ട്രേലിയയിൽ കാണിക്കാൻ എനിക്ക് നിർവാഹമില്ല. എനിക്ക് പരിചയമുള്ള സ്ഥലം കോട്ടയം റെയിൽവേ സ്റ്റേഷൻ, എറണാകുളം റെയിൽവേ സ്റ്റേഷൻ, തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വരണം. ഞാൻ ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ മണിക്കൂറുകളോളം കുത്തിയിരുന്നുണ്ട്. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് അടുത്ത വണ്ടിക്ക് വേണ്ടിയൊക്കെ ഇങ്ങനെ കുത്തിയിരിക്കാറുണ്ട്. റെയിൽവേ സ്റ്റേഷനിലെയും KSRTC ബസ് സ്റ്റാൻഡുകളിലെ കൊതുകുകളുമായിട്ടൊക്കെ ഞങ്ങൾക്ക് നല്ല രക്തബന്ധമാണ്. ഉപദേശവർഗത്തിൻ്റെ കാര്യമായി പറയുക, സഞ്ചാര സുവിശേഷകർക്ക്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഒരു കൗതുകരമായ കാഴ്ച, ഈ ചിന്തയുമായി ഞാനൊന്ന് പൊരുത്തപ്പെടുത്തിട്ട് ശ്രദ്ധിച്ചോണം. 3 കൂട്ടരെ ഞാൻ അവിടെ കാണിക്കാം. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ ഗംഭീരമായി കാണാം. ഇരിക്കുന്നവരുണ്ട്, കിടക്കുന്നവരുണ്ട്, നിൽക്കുന്നവരുമുണ്ട്. കിടക്കുന്നവരെ ആദ്യം തട്ടി ഉണർത്തി നോക്കിക്കേ. അച്ഛാ, എന്താ ഇവിടെ കിടക്കുന്നത്? അവർ പറയും, ഞാനങ്ങ് കട്ടപ്പനയിൽ വന്നതാ. കട്ടപ്പനയെന്ന് ഉള്ളവർക്ക് ട്രെയിൻ കയറി പോകണമെങ്കിൽ എവിടെ വരണം? കോട്ടയം വരണം. ഇവിടെ വന്നപ്പോഴാണ് പാസേ അറിയുന്നത് ഹിമസാഗർ ഇന്ന് പോകുന്നില്ല, നാളെ പോകുന്നുള്ളത്. അപ്പോൾ പിന്നെ എനിക്ക് കോട്ടയത്ത് നിന്ന് കട്ടപ്പനയ്ക്ക് പോയിട്ട് വരാൻ നേരമില്ല. അപ്പോൾ പിന്നെ എന്തോ ചെയ്യുക? അവിടെ അങ്ങ് കിടക്കുക. അപ്പോൾ വണ്ടി നാളെ ഉള്ളെന്ന് അറിഞ്ഞവനാ എന്തോ ചെയ്യുന്നത്? കിടക്കാൻ പോകുന്നത്. പുള്ളി അവിടെ കിടന്നോട്ടെ. വേറെ പുള്ളി ഇരിക്കുന്നുണ്ട് അവിടെ, അറിയാമോ? എന്നാ ചേട്ടാ? പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു, TV കണ്ടുകൊണ്ടിരിക്കുന്നു, മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു, മൊബൈലിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഒത്തിരി പരിപാടി. അവിടെ ഇരിക്കുന്ന പുള്ളിയോട് തട്ടി വിളിച്ച്, എങ്ങോട്ട് പോകാൻ വന്നിട്ട് നിങ്ങൾ ഇവിടെ കുത്തിയിരിക്കുന്നത് എന്താ? പോകുന്നില്ലേ? അപ്പോൾ പറയും, എന്നാ പറയാനാ പാസ്റ്ററെ, കേരള എക്സ്പ്രസ്സിന് പോകാൻ വന്നതാ. 2 മണിക്കായിരുന്നു റൈറ്റ് ടൈം. ഇവിടെ വന്നപ്പോൾ അനൗൺസ് ചെയ്യുന്നു 4 മണിക്കേ ഉള്ളെന്ന്. ഇനി ലേറ്റ് ആകാൻ സാധ്യതയുണ്ട്. ആ പുള്ളി കിടക്കാൻ പോകത്തില്ല. 2 മണിക്കൂർ ലേറ്റാന്ന് അറിഞ്ഞവൻ എന്തോ ചെയ്യുക? ഇരിക്കുകയാണ് അവിടെ. അപ്പോൾ കിടക്കാൻ പോകുന്ന പുള്ളി, ആ പുള്ളിയുടെ അവസ്ഥ മനസ്സിലായോ? നാളെ ഉള്ള ട്രെയിൻ, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? കിടക്കുന്നത്. ഇരിക്കുന്ന പുള്ളി എന്തുവാ? 2 മണിക്കൂർ ലേറ്റ്, 2.5 മണിക്കൂർ ലേറ്റ്. അതുകൊണ്ട് അവിടെ ഇരിക്കുന്നത്. അവരവിടെ ഇരുന്നോട്ടെ, കിടന്നോട്ടെ. ഇതിനെല്ലാം അപ്പുറം എന്നെ ചിന്തിപ്പിച്ച വേറൊരു കൂട്ടം ആളുകൾ ലൈനായിട്ട് കയ്യിൽ ഭാരമുള്ള ലഗേജുമായി നിൽക്കുന്നുണ്ടൊരു കൂട്ടം ആളുകൾ. ചേട്ടാ, അവിടെ പോയി കിടക്ക്, അല്ലെ അവിടെ പോയി ഇരുന്നാട്ടെ എന്ന് പറഞ്ഞാൽ അവർ, അയ്യോ വളരെ ഉപകാരം. കിടക്കാൻ ഒട്ടും നേരമില്ല, ഇരിക്കാനും നേരമില്ല. അതെന്താന്ന് ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുന്നത്? എത്ര നേരം ഇങ്ങനെ? അധികം നേരമായില്ല, ഞങ്ങളിപ്പോൾ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. എന്താ ഇങ്ങനെ നിൽക്കുന്നത്? ഇരിക്കാൻ സ്ഥലമുണ്ടല്ലോ ഇവിടെ. ആ സിഗ്നൽ കണ്ടോ? അതെൻ്റെ വണ്ടിയുടെ സിഗ്നലാ. ആ അനൗൺസ്മെന്റ് കേട്ടോ? അതെൻ്റെ വണ്ടിയുടെ അനൗൺസ്മെന്റാ. പ്രൈസ് ദി ലോർഡ്. അനൗൺസ്മെന്റ് കേട്ടാ ഞാൻ എഴുന്നേറ്റത്, സിഗ്നൽ കണ്ടാ ഞാൻ എഴുന്നേറ്റത്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലായി? ഓസ്ട്രേലിയ ബ്രിസ്ബേണിലും ഈ അനൗൺസ്മെന്റ് നടക്കുകയാണ് ഈ 2 രാത്രികളിലായി. ഇനി അധികം നേരമില്ല, വരാൻ നേരമായി, നമ്മൾ പോകാൻ നേരമായി, എടുത്തുകൊള്ളപ്പെടാൻ നേരമായി. ബോധ്യമായ ദൈവമക്കൾ എത്ര പേരുണ്ട്? അനൗൺസ്മെന്റ് കണ്ടു. കാലത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മളതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. മനസ്സിലാകുന്നുണ്ടോ? വണ്ടി വരാൻ നേരത്തെ കത്തി നിൽക്കുന്ന ബൾബ് പോലെ മനോരമ, മംഗളം, മാധ്യമം, മാതൃഭൂമി, ജനയുഗം, തനിനിറം, ദീപിക, രാഷ്ട്രദീപിക അടക്കമുള്ള സകല മലയാള പത്രങ്ങളിലും, ദിനതന്തി, ദിനമലർ, ആസ്ട്രേലിയയിലെ പത്രങ്ങൾ ഏതെന്ന് എനിക്കറിയില്ല, സകല പത്രങ്ങളിലും സകല വാർത്താ മാധ്യമങ്ങളിലും യേശുവിന്റെ വരവായി എന്നുള്ളതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. ഇനി അധികം നേരമില്ല. ബുക്കും പുസ്തകം എല്ലാം ഒന്ന് അടച്ചു വെച്ച് ഇന്ന് രാത്രി കേൾക്കപ്പെട്ട ദൈവവചനത്തിന് മുൻപാകെ അവനെ ആയാൽ, അവനൊപ്പം നടന്നാൽ നാം എടുത്തുകൊള്ളപ്പെടും. അവനാൽ ആ പ്രത്യാശയുള്ളവരെല്ലാവരും കർത്താവിനെ ഒന്ന് സ്തുതിച്ച് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും ദൈവസന്നിധിയിൽ കൊയർന്ന് സജ്ജമാകുക. അതുവരെ കേട്ട വചനത്തിന് മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശുദ്ധി എത്രമാത്രമുണ്ട്, നമ്മുടെ വിശ്വസ്തത എത്രമാത്രമുണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെതായിരിക്കുന്ന വില എത്രമാത്രം നമുക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രി കേട്ട വചനത്തിന് മുൻപാകെ തങ്ങളെ തന്നെ സമർപ്പിച്ച് ഹല്ലേലൂയ ഒരുമിച്ച് അല്പസമയം കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുകയെ